ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പടച്ച റബ്ബ് നൽകിയുള്ള മഹത്തായ അനുഗ്രഹമാണ് സംസാരിക്കാനുള്ള കഴിവ്, കേൾക്കാനുള്ള കാത്, കാണാനുള്ള കണ്ണ്. അത് കാണാനും കേൾക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഉപയോഗിക്കുക എന്നതാണ് ഒരു വ്യക്തിയുടെ ബാധ്യത. കാരണം കാണാത്ത, ശരിക്ക് ചിന്തിക്കാത്ത, കേൾക്കാതെ പോകുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആനിൽ വഹയിന്റെ അടിസ്ഥാനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. ലാ യുബസിറൂന ബിഹാ, കണ്ണുകളുണ്ട് കാണേണ്ടത്, അവര് കാണൂല. ഉലൈക കല്ലൻആമി ബൽ ഹും അദൽ, അവര് കന്നുകാലികളെ പോലെയാണ്, അതിനേക്കാൾ മോശപ്പെട്ട പിഴച്ചവരാണ്. ഞാനൊന്നും കാണൂല, എനിക്കൊന്നും കേൾക്കണ്ട, ഞാനൊന്നും പഠിക്കൂല, ഞാനൊന്നും കേൾക്കൂല, എനിക്കൊന്നും കാണണ്ട എന്ന് പറയുന്നത് പോലും ഒരു വലിയ പിഴവായിട്ടാ ഖുർആൻ പറയുന്നത്. അതേ സമയത്ത് ഒരു നല്ല മനുഷ്യന്റെ നല്ല ഹിദായത്ത് ലഭിക്കുന്ന, സന്മാർഗം ലഭിക്കുന്ന, സത്യത്തിന്റെ വഴി തെരഞ്ഞെടുക്കുന്ന മനുഷ്യന്റെ അടയാളം എന്താ? അല്ലദീന യസ്തമിഊനൽ ഖൗൽ, പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നവരാണ്. എന്നിട്ട് അതിൽ നിന്ന് നന്മയെ പിൻപറ്റാനും സ്വീകരിക്കാനും മനസ്സ് കാണിക്കുക എന്നതാണ് സന്മാർഗം നേടുന്നവരുടെ ഒന്നാമത്തെ അടയാളം. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ പോയാൽ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നമ്മുടെ കാത്, നമ്മുടെ കേൾവി, നമ്മുടെ കണ്ണുകളെല്ലാം അല്ലാഹു തആല ചോദ്യം ചെയ്യുമെന്ന ബോധം നമുക്കുണ്ടാവണം. സുഹൃത്തുക്കളെ, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യരായി ഇന്നും അറിയപ്പെടുന്നത് പ്രവാചകന്മാരാണ്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിലായി അവരാണല്ലോ ജനങ്ങളോട് സംവദിച്ചത്. അള്ളാഹു എന്ന മഹത്തായ സൃഷ്ടാവായ നമ്മുടെ എല്ലാം ലോകത്തിന്റെ എല്ലാം ഉടമസ്ഥനായ, സർവം നിയന്ത്രിക്കുന്ന, സർവലോക പരിപാലകനായ ഏകനായ ദൈവം അത് അള്ളാഹു തആലയാണ്. അറബിയിൽ അള്ളാഹു എന്ന് വിളിക്കുന്നു, നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നു ഏകനായ ആ ഇലാഹാകുന്ന റബ്ബാകുന്ന പടച്ച റബ്ബിനെ, ലോകത്തിന്റെ സൃഷ്ടാവിനെ, ആകാശ ഭൂമി ലോകം പ്രപഞ്ചം മുഴുവനായി പടച്ചവൻ അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ. ഈ നാട് നമ്മൾ ഉണ്ടാക്കിയതല്ല, ഈ കാണുന്ന വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതല്ല. ആകാശങ്ങൾ, ഭൂമി, പ്രപഞ്ചത്തിനിടയിലുള്ള എല്ലാം ഉണ്ടാക്കിയ ഏകനായ ഒരു സൃഷ്ടാവുണ്ട്. അവന്റെ പ്രത്യേകത, എല്ലാ നാടുകളിലേക്കും പ്രവാചകന്മാരെ, ദൈവദൂതന്മാരെ പറഞ്ഞേക്കും. ഒരു കമ്പ്യൂട്ടർ, ഒരു TV, ഒരു ഫ്രിഡ്ജ്, അത് ഉണ്ടാക്കുന്ന വ്യക്തികളെ, കമ്പനികൾ അതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റ് കൊടുത്തയക്കും. ഇതിങ്ങനെയാ ഉപയോഗിക്കേണ്ടത്, ഇത് ഇത്ര വാട്ടാണ് ഉപയോഗിക്കേണ്ടത്, ഇതിനെന്തെങ്കിലും മെയിൻ്റനൻസ് വന്നാൽ ഈ നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്. എന്തിനാ? അത് കൃത്യമായി അവർക്കാണ് പറയാൻ കഴിയുക എങ്കിൽ ലോകത്തിന്റെ സൃഷ്ടാവിന് ഈ മനുഷ്യരാകുന്ന കോടിക്കണക്കിന് മനുഷ്യർ എങ്ങനെ ജീവിക്കണം, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചാൽ, മറ്റുള്ളവൻ അവന് തോന്നിയതുപോലെ ജീവിച്ചാൽ, മദ്യപിക്കുന്ന മനുഷ്യൻ മദ്യപാനത്തിന്റെ ആസ്വാദനത്തെ കുറിച്ച് പറയുന്നു, അപ്പുറത്ത് മദ്യപാനത്തിന്റെ അപകടങ്ങൾ കുടുംബങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സിഗരറ്റ് വലിച്ചു കൊണ്ടിരിക്കുന്നവൻ അവന്റെ അകത്തേക്ക്, ശ്വാസകോശത്തിലേക്ക്, അവന്റെ ശരീരത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് അപകടങ്ങൾ വിളിച്ചു വരുത്തുമ്പോഴും അവൻ അതിന്റെ ഗുണങ്ങളാണ് എണ്ണി പറയുന്നത്. മറുഭാഗത്ത് സിഗരറ്റിന്റെ പാക്കിൽ എഴുതി വെച്ചിരിക്കുന്നു, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എന്നിട്ടും അത് വലിക്കുന്നവർ അവന്റെ ന്യായമാണ് പറയുന്നത്. ചൂതാട്ടക്കാരൻ, പലിശക്കാരൻ, വ്യഭിചാരക്കാരൻ, ജനങ്ങളെ പറ്റിക്കുന്നവൻ, കപടന്മാർ പലരും അവരവരുടെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതാ ശരി? ആ ശരി പഠിപ്പിക്കാൻ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് അമ്പിയാക്കന്മാരെ പറഞ്ഞേക്കാണ്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. എല്ലാ സമുദായത്തിലേക്കും ഒരു താക്കീതുകാരൻ പോകാതെ വിട്ടിട്ടില്ല. അവർക്ക്, മനുഷ്യർക്ക് ശരി പഠിപ്പിക്കാൻ, ശരിയല്ലാത്തതും ശരിയും പഠിപ്പിച്ച് അതിൽ നിന്ന് ഹക്ക് കണ്ടെത്തി ഫുർഖാനായി മാറാൻ വേണ്ടി അവരോട് പറയാതെ ഒരു നബിയും പോയിട്ടില്ല. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി. ആ നിയോഗിച്ചയച്ച പ്രവാചകന്മാർക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ.
അള്ളയല്ലാതെ അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യനും ലോകത്തിനില്ല എന്ന് പറയാനല്ലാതെ ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല. ഇത് പറയാനാണ് ഈ റോഡ് വിള അങ്ങാടിയിൽ അന്ന് പ്രവാചകന്മാർ നടത്തിയ ആ സന്ദേശത്തിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും. ഇനി ജിബ്രീൽ വരൂല, ഇനി ഒരു പുതിയ പ്രവാചകൻ വരൂല. കേട്ടവർ, അറിഞ്ഞവർ, മനസ്സിലാക്കിയവർ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പറയണം, മറ്റു മതസ്ഥരോട് സംവദിക്കണം, സ്നേഹത്തോടെ അവരുടെ കൂടെ ജീവിക്കുമ്പോഴും അവർക്ക് ഇതാണ് സത്യമെന്ന് പറഞ്ഞു കൊടുക്കണം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ അടുത്ത മതമായിട്ടുള്ളത് ഇസ്ലാമാണ്. ഇസ്ലാമല്ലാത്ത ഒരു മതം ഒരു മനുഷ്യൻ അവന്റെ ആചാരമായി അനുഷ്ഠാനമായി കൊണ്ട് നടന്നാൽ അള്ളാന്റെ കോടതിയിൽ അത് സ്വീകരിക്കപ്പെടൂല. ഇന്ന് ജ്വലിച്ചു നിൽക്കുന്ന ഏക ദൈവിക മതമായ ഇസ്ലാം പറയുന്നത് മനുഷ്യരെ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കണം. എന്താ അള്ളാന്റെ പ്രത്യേകത? ലോകം മുഴുവൻ സൃഷ്ടിച്ചവൻ അവനാണ്, ഇത് പരിപാലിക്കുന്നവൻ അവനാണ്. അല്ലാഹുല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നമ്മളെ പടച്ചത്. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദുൻ നബിയുനാ വഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ സൃഷ്ടിച്ചത് അള്ളയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചവൻ അള്ളയാണ്. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള സകല മനുഷ്യരെയും സൃഷ്ടിച്ചത് അവനാണ്. യേശു ക്രിസ്തുവിനെ, ഈസാ നബിനെ സൃഷ്ടിച്ചത് ഏകനായ അല്ലാഹു തആലയാണ്. മറിയം ബീവിയെ സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യ സൃഷ്ടിപ്പുകളുടെയും ഒന്നാമത്തെ അതിന്റെ തീരുമാനവും അതിന്റെ വ്യവസ്ഥയും അള്ളാഹുവിൻ്റെതാണ്. അല്ലാഹുല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. സുമ്മ റസഖക്കും, പിന്നെ നമുക്ക് റിസ്ക് തന്നതൻ അവനാണ്. നമുക്ക് ഭക്ഷണം, നമുക്ക് വായു, നമുക്ക് കുടിക്കാനുള്ള വെള്ളം. നമ്മുടെ പിതാക്കന്മാർ, പൂർവിക പിതാക്കന്മാർ, പ്രപിതാക്കന്മാർ അവിടെ അങ്ങോട്ട് എത്ര തലമുറകൾ ഇവിടെ ജീവിച്ചു പോയോ അവരെ സൃഷ്ടിച്ച് അവർക്ക് റിസ്ക് കൊടുത്തവൻ ആരാണ്? അള്ളയാണ്. സുമ്മയുമീതുക്കും, പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നതും അള്ളയാണ്. ഈ ശ്വാസം ഒന്ന് നിലച്ചാൽ, ഈ ശരീരം അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചാൽ ഇതിന്റെ പേരങ്ങ് മാറുകയാണ്. പിന്നെ മയ്യിത്ത് എന്ന രൂപത്തിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. ഇതുവരെ അങ്ങാടിയിലൂടെ ചിരിച്ചു നടന്ന മനുഷ്യൻ മരിച്ചു എന്നറിഞ്ഞാൽ 6 അടി മണ്ണിലേക്ക് മയ്യിത്ത് കട്ടിലിൽ ചുമന്ന് അവന്റെ ബെൻസ് കാറിനി കൊണ്ടുപോകൂല. അവന്റെ നല്ല മനോഹരമായ ബ്രാൻഡഡ് ഷർട്ടുകൾ, ഡ്രസ്സുകൾ, പർദ്ദകൾ, ചുരിദാറുകൾ ഇനി ധരിപ്പിക്കൂല. ഒന്ന് കഫൻ പുടവയിൽ അവനെ പൊതിഞ്ഞു കൊണ്ടുപോകുന്നതാണ്. നല്ല സൗകര്യമുള്ള മണിമാളികയിൽ കിടന്ന മനുഷ്യനെ ചളിമണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. ആരാ നിന്നെ മരിപ്പിക്കുന്നവൻ? ശാസ്ത്രത്തിന് മരുന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? ഡോക്ടർമാർക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞോ? കഴിയില്ല. സുമ്മയുമീതുക്കും, സമയമായാൽ നിങ്ങളെ മരിപ്പിക്കുന്നത് സൃഷ്ടാവായ ഏകനായ റബ്ബിന്റെ തീരുമാനമാണ്. അവസാനിക്കില്ല. സുമ്മയുഹയ്യിക്കും, പിന്നീട് നിങ്ങളെ രണ്ടാമതും ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് മനുഷ്യരെ, അല്ലാഹുവിൻ്റെ ഖുർആൻ അത് അവസാനമായി അവസാനത്തെ പ്രവാചകന് ഇനി മരിക്കുവോളം ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോടും പറയാൻ വേണ്ടി ഒരു ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നു. ഈ റോഡ് വിളങ്ങാടിയിലെ ഏതെങ്കിലും മനുഷ്യർ അതിൻ്റെ പരിഭാഷ വായിക്കാത്തവരുണ്ടെങ്കിൽ മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു തവണയൊന്ന് വായിച്ചു നോക്കി. എൻ്റെ സ്രഷ്ടാവ്, എൻ്റെ റബ്ബ് എനിക്ക് വെള്ളം തന്നവൻ, എനിക്ക് ഭക്ഷണം തന്നവൻ, എനിക്ക് ഉമ്മയെ, ഉപ്പയെ, മക്കളെ ജീവിതത്തിൽ ചോദിക്കാതെ ഒരുപാട് നിഅമത്ത് തന്നവൻ ആരാ? ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹം ഇന്ന് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം അല്ലാഹുവിൽ നിന്ന് ലഭിച്ചതാണ്. ആ ലഭിച്ച റബ്ബിന് നന്ദിയാണ് അവൻ പറഞ്ഞതുപോലെ ജീവിക്കുക എന്നത്. അതിന് ദൈവീകമായ വേദഗ്രന്ഥങ്ങൾ പടച്ച റബ്ബ് തന്നിരിക്കുന്നു. അവസാനത്തെ വേദഗ്രന്ഥമാണ് ഹോളി ഖുർആൻ എന്ന വിശുദ്ധമായ നമ്മുടെ ഖുർആൻ. അതാർക്കുള്ളതാണ്? വിശുദ്ധ ഖുർആനിന്റെ 20-ലേറെ ആയത്തുകൾ വിളിച്ചത് മുസ്ലിമീങ്ങളെ അല്ല, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ. അങ്ങനെ വേറെ വിളികളുണ്ട്. 20-ലേറെ സ്ഥലത്ത് വിളിച്ചത് യാ അയ്യുഹന്നാസ്, മനുഷ്യരേ. ഈ വിളി ആർക്കുള്ളതാണ്?
ഈ നാട്ടിലെ മനുഷ്യരായ എല്ലാവരോടുമുള്ള വിളിയാണ്. മനുഷ്യരെല്ലാവരും ആ വിളിക്ക് ഉത്തരം കൊടുക്കണം. എന്താ? എന്നിട്ട് മനുഷ്യരെ വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യം, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെ സൃഷ്ടിച്ചവരായവരെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള നല്ല മതബോധമുള്ള ഭക്തിയുള്ളവരാകാൻ വേണ്ടിയാണ് സൃഷ്ടാവത് പറയുന്നത്. എന്താണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? ആരാധനകളായ പ്രാർത്ഥനയാവട്ടെ, അതുപോലെ നേർച്ച വഴിപാടുകളാവട്ടെ, ബലികർമ്മങ്ങളാവട്ടെ, ഏകനായ സൃഷ്ടാവിനു മാത്രം അത് നൽകുക. അതേപോലെ തന്നെ മനുഷ്യരോട് അടുത്ത ആയത്തിൽ പറഞ്ഞത്, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദം വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹ്ക്ക് സമന്മാരെ ഉണ്ടാക്കരുത്. അല്ലാഹ് കാണുന്ന പോലെ ഇന്നയാളുകൾ കാണും, അല്ലാഹ് കേൾക്കുന്ന പോലെ ഇന്നയാളുകൾ കേൾക്കും, അല്ലാഹ് അറിയുന്ന പോലെ ഇന്നയാളുകൾ അറിയും. അല്ലാഹ് ലോകം നിയന്ത്രിക്കുന്ന പോലെ 10-35 കൊല്ലം മുമ്പ് മരിച്ച ആൾക്കാര് ഔലിയാക്കന്മാരും മഹാന്മാരുമാണെന്ന് പറഞ്ഞു ഓലൊക്കെ ലോകം നിയന്ത്രിക്കുമെന്ന് വിശ്വസിക്കുന്ന അബദ്ധങ്ങൾ നമ്മൾ കൊണ്ട് നടക്കല്ലേ. ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഏകനായ റബ്ബായ ഇലാഹായ പടച്ച റബ്ബാണല്ലോ. അവന്റെ കൽപ്പന പാലിച്ച് അവനെ ആരാധിച്ച് ജീവിക്കാനല്ലാതെ നമ്മൾ ഇവിടെ പടച്ചിട്ടില്ല. നമ്മൾ ഗവൺമെന്റ് ജോലിക്ക് വന്നവരല്ല, നമ്മൾ കല്യാണം കഴിക്കാൻ വന്നവരല്ല, നമ്മൾ വീടുണ്ടാക്കാൻ വന്നവരല്ല, നമ്മൾ കച്ചവടത്തിന് വന്നവരല്ല. അതൊക്കെ നടക്കും, ഒക്കെ ദുനിയാവാണ്. പക്ഷെ ഈ ജനിച്ച ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാനും പരീക്ഷിക്കാനുമാണ് ഈ ജീവിതം തന്നിരിക്കുന്നത്. ഇത് മദ്യപിച്ച് തകർക്കല്ലേ, കുടുംബം തകർക്കല്ലേ, മക്കളെ സ്നേഹിക്കാൻ കഴിയാതെ വാപ്പയെ ഉമ്മയെ പ്രിയപ്പെട്ട അച്ഛനെ അമ്മയെ പേടിയോടെ നോക്കേണ്ടി വരുന്ന ഒരു മദ്യപാനിയായി പ്രിയപ്പെട്ടവരെ മാറാനല്ല ഈ ജീവിതം തന്നിരിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ലഹരിക്ക് അടിമയായി തൻ്റെ ജീവിതത്തിന്റെ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നലെ നമ്മൾ കണ്ട വാർത്ത കണ്ടില്ലേ? സ്വന്തം മാതാവിന്റെ കഴുത്തിലേക്ക് കത്തിയിറക്കിയിട്ട് കൊന്നു കളഞ്ഞത് 22 വയസ്സുകാരനായ മകനാണ്. മകൻ ലഹരിക്ക് അടിമയായിരുന്നു, മാതാവാണെന്ന ബോധം മറന്ന് അവൻ സ്വന്തം അമ്മയുടെ കഴുത്തിൽ കടാര കുത്തിക്കയറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുന്ന ദയനീയമായ കേരളത്തിന്റെ ഈ വാർത്തകൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടോ? 2024 1779 ആത്മഹത്യകൾ നടന്നോ? നിങ്ങളുടെ മനസ്സിനെ വേദനിക്കുന്നില്ലേ? നിങ്ങൾ മനുഷ്യരല്ലേ പ്രിയപ്പെട്ടവരെ? സംസാരിക്കണം. എന്താണ് ഈ ആത്മഹത്യകളുടെ പെരുകുന്നതിന്റെ കാരണം? ഒന്നാമത്തെ കാരണം കുടുംബ പ്രശ്നങ്ങളാണ്, അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കണം. രണ്ടാമത്തെ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. മൂന്നാമത്തെ പ്രശ്നം ലഹരിയും മദ്യവും അടങ്ങുന്ന മാനസിക സംഘർഷങ്ങളുടെ ഭാഗമാണ്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിഹാരം എവിടെയാണ്? സ്വസ്ഥത എവിടുന്നാ കിട്ടുക? ഒരു സമാധാനം എവിടുന്നാണ് കിട്ടുക? ലോകത്ത് വന്ന പ്രവാചകന്മാര് പഠിപ്പിക്കുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ പടച്ച, എനിക്ക് വായു തന്ന, ശരീരം തന്ന, ഹൃദയം തന്ന, കിഡ്നി തന്ന എൻ്റെ റബ്ബിനെ ആരാധിക്കാനാണ് എന്നെ പടച്ചവൻ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്. ഞാനത് പൂർത്തിയാക്കണം. അതാണ് എനിക്ക് സമാധാനം കിട്ടാനുള്ള മാർഗം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം നേടിയെടുക്കാൻ കഴിയുന്നത് ദൈവസ്മരണയുണ്ടാകുമ്പോഴാണ്. മതം വേണ്ട, ദൈവമില്ല, മതമില്ല, അതൊക്കെ വെറുതെയാണ്. നമ്മളൊക്കെ ലിബറലുകളായി സ്വതന്ത്രമായി നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കുക, ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കുക, ഇഷ്ടമുള്ളതെല്ലാം കുടിക്കുക, ഇഷ്ടമുള്ളതെല്ലാം തോന്നിയതുപോലെ നടന്നാൽ ഈ നാട് ആകെ ഒരു നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് വരികയും യൂറോപ്യൻ രാജ്യങ്ങൾ വരെ വിസർജിച്ച് മാലിന്യമായി ഒഴിവാക്കുകയും ചെയ്ത ആയുസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരല്ലേ. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ,
മതത്തിൽ നിഷ്കളങ്കരായി അള്ളാനെ ആരാധിക്കാനല്ലാതെ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ നേർച്ചകൾ, നമ്മുടെ പരിഹാരങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മനസ്സിന്റെ വ്യാധികൾ, ആദികൾ, തീരാത്ത പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിച്ചു തരാൻ പറ്റുന്ന ഏകനായ റബ്ബിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. മരിച്ചവരോടല്ല നമുക്ക് പറയാനുള്ളത്. അമ്പിയാക്കന്മാര് ലോകത്തെ ഏറ്റവും വലിയ പുണ്യപുരുഷന്മാരാണ്. അവരെല്ലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചാണ് കാര്യങ്ങൾ നേടിയെടുത്തത്. ലോകത്ത് ഔലിയാക്കന്മാരായ മഹാരഥന്മാരായ നല്ലവരായ സ്വാലിഹീങ്ങളുടെ പ്രത്യേകത അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, അവർ അള്ളാഹുവിൽ നല്ല വിശ്വാസത്തോടെ തഖ്വ പാലിച്ചവരാണ്, അള്ളാഹുവിനോട് തേടിയവരാണ്. മഹാരഥന്മാരായ സ്വാലിഹീങ്ങളായവർ, സുദ്ദീഖുമാര്, ശുഹദാക്കന്മാര് അവരുടെ പ്രതിസന്ധികളെ റബ്ബിലേക്ക് മടക്കിയവരാണെങ്കിൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ നാട്ടിലും എന്തൊക്കെ പ്രതിസന്ധി മുമ്പിൽ വന്നാലും പരിഹാരം ദൈവമാകുന്ന ഇലാഹാകുന്ന റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. 6236 ആയത്തുകൾ വരുന്ന ഒരു വേദഗ്രന്ഥം നിങ്ങൾക്ക് സത്യമാർഗം പഠിപ്പിച്ചു തരും. സമാധാനത്തിന്റെ തീരത്തെത്തും. നിന്റെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നീറുന്ന നിന്റെ സ്ട്രെസ്സുകൾക്ക് പരിഹാരമുണ്ടാക്കി തരും. നീ അനുഭവിക്കുന്ന തിരിച്ചറിയാത്ത ഒരുപാട് ലോകം നിന്റെ മുമ്പിൽ തുറന്ന് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെടുത്തി തന്ന് ഒരു നല്ല കോൺഫിഡൻസ് ഉള്ള മനുഷ്യനാക്കി നിന്നെ മാറ്റാൻ ദൈവീകമായ ഈ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ഇനിയും പറയാനുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ചില തിരിച്ചറിവുകളും ബോധോദയത്തിനും അവനെ സകല തിന്മകളിൽ നിന്നും മാറ്റി നിർത്തുവാനും സത്യത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള ഉയർച്ചയിൽ അവനെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന അമൂല്യമായ ഗ്രന്ഥമായ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധരാവണം. വിശുദ്ധ ഖുർആനിൻ്റെ QHLSൻ്റെ എക്സാമൊക്കെ വരുമ്പോൾ, സൂറത്തുൽ ഹജ്ജ് നടക്കാനിരിക്കുമ്പോൾ, അതിൻ്റെ പരീക്ഷ നമ്മളതിൻ്റെ പഠിതാക്കളായി മാറുമ്പോൾ ഖുർആൻ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ പഠന ക്ലാസുകൾ നടക്കുന്നുണ്ട് എന്ന വിവരം അറിയുമ്പോൾ നമ്മളതിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കണം. എന്തുകൊണ്ടാണ്? ഖൈറുൻ നാസി ഖർനി എന്ന് വിശേഷിപ്പിച്ചില്ലേ? എൻ്റെ തലമുറയാണ് ഏറ്റവും ഉത്തമ തലമുറ. ആ തലമുറ നന്നായത് എന്തുകൊണ്ടായിരുന്നു? ഖുർആൻ കൊണ്ടായിരുന്നു. ഖൈറുൽ കലാമി കലാമുല്ലാ, ഏറ്റവും ഉത്തമമായ കലാം അള്ളാന്റെ കലാമാണ്. എന്നോട് എൻ്റെ റബ്ബ് സംസാരിച്ചതെന്ത് എന്ന് പഠിക്കുന്നവനാണ് ഏറ്റവും ഉത്തമൻ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഇന്ന് ലോകത്ത് ജ്വലിച്ചു നിൽക്കുന്ന ഏക വേദഗ്രന്ഥം, ഓതിയാൽ കൂലി കിട്ടുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമുള്ളൂ. അർത്ഥമറിയാതെ വെറുതെ ഒന്ന് ഓതിയാൽ കേട്ടാൽ പ്രതിഫലം കിട്ടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഹുദൽ ലിന്നാസ്. ഇത് വാറോലയല്ല, കള്ളക്കഥകളല്ല, കെട്ടുകഥകളല്ല, തള്ളുകഥകളല്ല. ഇത് വ്യാജമായ കഥകളുടെ അസാതീറുകളുടെ കൂട്ടമല്ല, മറിച്ച് ഈ ഗ്രന്ഥം ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ്. ഹൃദയത്തിന്റെ അകത്ത് പകയുണ്ടോ, ശിർക്കുണ്ടോ, നിഫാഖുണ്ടോ, റിയാ ഉണ്ട്, കാപട്യമുണ്ടോ, രോഗത്തിനും മരുന്നുണ്ട്. ഖുർആനാണ്. നൂറുൻ, ഇത് പ്രകാശമാണ്. ഫുർഖാനുൻ, ഇത് സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം പഠിച്ചാൽ എന്താണ് മെച്ചം? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഒരു മനുഷ്യനെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇത് പിൻപറ്റാനും പഠിക്കാനും പകർത്താനുമാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ മുമ്പ് അവസാനത്തെ ഹജ്ജിന്റെ വേളയിൽ അടുത്ത വർഷം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇട്ടേച്ചാണ് പോകുന്നത്. ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ,
അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല, നിങ്ങൾ നശിക്കൂല. ഏതാ രണ്ട് ഗ്രന്ഥം? ഹദ്ദാദല്ല, റാത്തീബല്ല, മാലയല്ല, മൗലൂദല്ല, കുത്തറാത്തീബല്ല. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. ആർ മുറുകെ പിടിച്ചാ പിഴക്കൂല, നശിക്കൂല. കിതാബല്ലാഹി വസുന്നത റസൂലി, അല്ലാഹുവിന്റെ കിതാബാകുന്ന ഖുർആന്, സുന്നത്താകുന്ന റസൂലുള്ളാഹിന്റെ ഹദീസ്, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറണം. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. വഅത്തിഉല്ലാഹ വഅത്തിഉർ റസൂല ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടിയേക്കാം. നാട്ടിൽ പലതരത്തിലുമുള്ള വിശ്വാസരംഗത്ത്, ഇസ്തിഗാസയിൽ, തവസ്സുലിൽ, നമസ്കാരത്തിൽ, വുളൂയിൽ, മയ്യിത്തിന്റെ മറവാടുന്നിടത്ത്, ഖബർ കെട്ടിപ്പൊക്കുന്നിടത്ത്, ജാറം മൂടുന്നിടത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും തർക്കം വന്നാൽ ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു? ബാപ്പ എന്ത് ചെയ്യുന്നു? ഉമ്മ എന്ത് ചെയ്യുന്നു? പള്ളിക്കാരെന്ത് ചെയ്യുന്നു? മഹല്ലുകാരെന്ത് ചെയ്യുന്നു? ഇതൊന്നും പരിഹാരമല്ല. നിങ്ങൾക്ക് സംശയമുള്ള, തർക്കമുള്ള കാര്യത്തിൽ അല്ലാഹ് എന്ത് പറഞ്ഞിരിക്കുന്നു, റസൂൽ എന്ത് നിലപാടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പഠിക്കുക. അപ്പൊ പിഴക്കൂല, അതിൽ കളവുണ്ടാവൂല. ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, അതിന്റെ മുന്നിലും പിന്നിലും എവിടുന്നും ബാത്തിൽ വരൂല. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം, ലോകത്തിന്റെ റബ്ബായ, സൃഷ്ടാവായ, ഖാലിഖായ റബ്ബിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഖുർആനാണ് നമുക്ക് പരിഹാരമുള്ളത്, അതിലുള്ളതാണ് നമ്മൾ പകർത്തേണ്ടത്. അത് പഠിപ്പിച്ചു തന്ന നബി തങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. അല്ലാഹ് നമ്മളെ സ്നേഹിക്കണോ? നബിന്റെ സുന്നത്തുകളെ പിൻപറ്റണം. നബി തമാശക്ക് പറഞ്ഞതല്ല, നബി തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞതല്ല, നബിക്ക് ഇങ്ങനെ എന്തോ കിട്ടിയപ്പോൾ അങ്ങ് പറഞ്ഞതല്ല. ഒരു വഹീന്റെ അടിസ്ഥാനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് ആ പറഞ്ഞതും ചെയ്തതും പ്രവർത്തിച്ചതും. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബിതങ്ങൾ സംസാരിച്ചത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രൗഢമായ 3 സന്ദേശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. അതിലൊന്ന് തൗഹീദാണ്. അല്ലാഹു മാത്രമാണ് ഏകനായ സൃഷ്ടാവ്, അവനെ ആരാധിക്കാൻ പാടുള്ളൂ. 2, പരലോകമുണ്ട്. മനുഷ്യന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നതല്ല, പുതിയ ജീവിതം തുടങ്ങുന്ന ഒരു പരലോകം വരാനുണ്ട്. 3, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. ആ മാർഗം പിൻപറ്റിയവർക്കേ സ്വർഗം നേടാൻ പറ്റുള്ളൂ. ഈ 3 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് 13 കൊല്ലം മക്കത്ത് നബിതങ്ങൾ എടുത്ത് വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തത്. സുഹൃത്തുക്കളെ, നമ്മൾ ഖുർആനിന്റെ ഏതെങ്കിലും ആശയത്തെ മുറുകെ പിടിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സുദീർഘമായ പഠനത്തിന്റെ ആവശ്യമില്ല. സൂറത്തുൽ ഫാത്തിഹ അർത്ഥസഹിതം പഠിച്ച എത്ര പേരുണ്ട് ഈ സദസ്സിൽ? ഈ അങ്ങാടിയിൽ ഇരുന്ന് അതിലേതെങ്കിലും ഒരു പദം ചോദിച്ചാൽ, ആയത്തിന്റെ അർത്ഥം ചോദിച്ചാൽ തെറ്റുകൂടാതെ പറയാൻ കോൺഫിഡൻസ് ഉള്ള എത്ര മനുഷ്യരുണ്ട്? സാധാരണക്കാരോടാണ് ചോദിക്കുന്നത്. നമ്മൾ പതറിപ്പോകും. എപ്പോ 17 തവണ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന നിർബന്ധ പുരസ്സരം ഓതുന്ന ആയത്തുകൾ, അതിൻ്റെ അർത്ഥം പഠിച്ച എത്ര പേരുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ഇത് പഠിക്കാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ മഖാമുകളിലേക്ക്, ദർഗകളിലേക്ക്, ജാറങ്ങളിലേക്ക്, കുത്തറാത്തീബിലേക്ക്, കുത്തുബിയത്തിലേക്ക്, ഏലസിലേക്ക്, ചരടിലേക്ക്, ഉറുക്കിലേക്ക്, ജോത്സ്യന്റെ അടുത്തേക്ക്, തങ്ങളുടെ അടുത്തേക്ക്, സിദ്ധന്റെ അടുത്തേക്ക്, തുപ്പിയ വെള്ളത്തിലേക്ക് മനുഷ്യൻ പോയി അഭയം പ്രാപിക്കാനുള്ള കാരണം എന്താ? ഓതുന്ന സൂറത്തിന്റെ അർത്ഥം അറിയൂല. യാസീൻ സൂറത്ത് ഓതുന്നവരാണ്, കാണാതെ പഠിച്ചവരാണ്. ആ സൂറത്തിന്റെ അർത്ഥം അറിയുന്ന എത്ര പേര് ഈ റോഡ് വിളങ്ങാടിയിൽ ധൈര്യസമേതം എഴുന്നേറ്റ് പറയാനുണ്ട്? ആ സൂറത്ത് തന്നെ പറയുന്നുണ്ട്, ലിയുൻദിറ മൻ കാന ഹയ്യാ. ഇത് മരിച്ചോർക്ക് ഓതിക്കൊടുക്കാനുള്ളതല്ല, ഒരാൾ മരിക്കുമ്പോൾ ഓതാനുള്ളതല്ല, ഒരാൾ മരിച്ചതിന് ശേഷം അയാൾക്ക് ഓതി ഹദിയ ചെയ്യാനുള്ളതല്ല. ലിയുൻദിറ മൻ കാന ഹയ്യാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു വ്യക്തിക്ക് താക്കീത് കൊടുക്കാനുള്ളതാണ് ഇത്.
ഏത് നമ്മൾ ഓതുന്ന യാസീൻ സൂറത്ത് പറയാണ്, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ആ ആയത്തിന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടോ? ഫാത്തിഹ സൂറത്തിൽ നമ്മൾ 17 തവണ പ്രതിജ്ഞ എടുത്തു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. നമസ്കാരം കഴിഞ്ഞ ഓരോ നമസ്കാരത്തിൻ്റെയും ശേഷം ഓരോ തവണ രാത്രിയും രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഓരോ തവണ ആയത്തുൽ കുർസി ഓതുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സർവനിയന്താവായ എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഏകനായ ഒരു ആരാധ്യനുണ്ട്. ലാ തഖുദുഹു സിനത്തും വലാ നൗം. ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത ഒരു ഇലാഹാണ് അവൻ. ഇത് പറയുന്ന ആൾക്കാരാ നമ്മൾ. പക്ഷേ അത് ഓതിക്കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് പള്ളികളിൽ പലപ്പോഴും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആരെയാണെന്ന് ആലോചിച്ച് നോക്കൂ. റബീഉൽ അവ്വൽ മാസം വന്നാൽ നബിദിനാഘോഷത്തിന്റെ തിരക്കിന്റെ ഇടയിൽ നമ്മുടെ പള്ളികളിൽ നിന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വരി എന്താ? അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫിക കദഹസൻതു ലന്നി യാ ബശീറു യാ നദീറു. നമുക്ക് അർത്ഥം അറിയില്ല, ഖുർആന്റെ അർത്ഥം പോലും പഠിച്ചിട്ടില്ല. പിന്നെ മൗലിദിന്റെ അർത്ഥം ഇങ്ങനെ പഠിപ്പിച്ചു തരിക, അത് പഠിപ്പിച്ചെന്ന പിന്നെ ആരും തോതൂല. അബ്ദുകൽ മിസ്കീനു യർജു. നബിയേ, അങ്ങയുടെ അടിമയായ സാധുവായ ഞാനിതാ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഞാൻ നിങ്ങളുടെ അടിമയാണ്. നമ്മളൊക്കെ അദ്വാന്റെ അടിമ എന്നല്ലേ പറയാ. അത് നേരെ തിരിച്ചു പറഞ്ഞു, അങ്ങയുടെ അടിമയെ ഞാൻ വരുന്നത് എന്തിനാണെന്നറിയോ? ഫളലകൽ ജമ്മൽ ഗഫീർ. എനിക്ക് പാപമോചനം വേണം, എൻ്റെ പാപം പുറത്ത് കിട്ടണം, എൻ്റെ വിഷമങ്ങൾ നീങ്ങിക്കിട്ടണം. നബിയേ, അങ്ങയോടാണ് ഞാൻ സഹായം ചോദിക്കുന്നത്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഒരുപാട് പാപം ചെയ്തു നബിയേ, ഞാൻ അങ്ങയോട് ആവലാതി തേടുകയാണ്. പിന്നെ പടച്ചോൻക്ക് ഇവിടെ എന്താ പണിയുള്ളത്? നമ്മളെ പാപങ്ങൾ പൊറുക്കുന്നതൊക്കെ നബിയാണെങ്കിൽ പിന്നെ അള്ളാൻ എന്തിനാണ് ഗഫാർ എന്ന് വിളിക്കുന്നത്? അസ്തഗ്ഫിറുല്ലാഹ് എന്തിനാ നമ്മൾ പറയണത്? അതുകൊണ്ട് മനുഷ്യർ പഠിക്കണം. എനിക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വാക്ക് ഏതാണെന്ന് ആലോചിച്ച് നോക്കി. റബീഉൽ അവ്വലിന്റെ ജാദയിൽ റാലിയിൽ പാടിക്കൊണ്ടിരിക്കുന്ന അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി, അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി. കേൾക്കുമ്പോൾ സലാമാന്ന് വിചാരിക്കും. എന്താ പറഞ്ഞത്? പ്രയാസങ്ങൾ നീക്കിത്തരുന്ന നബിയേ, പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന നബിയേ, പാപങ്ങൾ മായ്ച്ചു തരുന്ന നബിയേ. ഇതൊക്കെ നബിയാണ്. ആ പാടിക്കൊണ്ടിരിക്കുന്ന വരി എന്താ? എന്താ പള്ളിന്റെ പ്രത്യേകത? വഅന്നൽ മസാജിദ ലില്ലാഹ്. പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളിൽ അല്ലാഹുവോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ആ പഠിപ്പിച്ച ഖുർആൻ ഷെൽഫിലുണ്ട്. അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ടാണ് ഈ വരികളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. റബീഉൽ ആഖിർ വന്നാൽ ജീലാനി ദിനത്തിന്റെ ഭാഗമായി മാലകൾ മുഹിയുദ്ദീൻ മാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എവിടുന്ന് വിളിച്ചാലും മുഹിയുദ്ദീൻ ഷെയ്ഖ് ഉത്തരം നൽകും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ കൽബ് കാണും. വായ പൂടുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖ് ഉത്തരം നൽകും. അള്ളാഹ്ക്കില്ലാത്ത പോരിശയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അള്ളാഹിനെ ആരാധിക്കുള്ളൂ എന്ന് പറയാ, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ളവർക്ക് വീതിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ കുത്തുബിയത്തുകാരൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 12 റക്അത്ത് നിസ്കരിച്ചിട്ട് 1000 തവണ സഹോദരങ്ങളെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മനസാന്നിധ്യത്തോടെ എന്താ വിളിക്കുന്നത്? യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു. ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മുഹീദ് ഷെയ്ഖെ, ഞങ്ങൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നിങ്ങൾ വരാൻ കാത്തിരിക്കുകയാണ്. 1000 തവണ വിളിക്കുകയാണ് മുഹീദ്ദീൻ ഷെയ്ഖ്, ഈ മജ്ലിസിൽ ഹാദിറായി ഞങ്ങളെ പ്രശ്നങ്ങൾ തീർത്ത് തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു മനുഷ്യൻ വേറെ ഒരു മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിക്കുക.
കുത്തുബിയത്ത് ചൊല്ലാത്ത ചില പ്രദേശങ്ങൾ കൊല്ലം ജില്ലയുടെ ചില പരിസരങ്ങളിൽ കാണാൻ സാധിക്കും. റിഫായി റാത്തീബ് നോട്ടീസ് കണ്ടിട്ടുണ്ടോ? കുത്ത റാത്തീബ് എന്നാ വിളിക്കുക. അത് വെറുതെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാര്യമില്ല. അത് സ്റ്റേജ് കെട്ടിയിട്ട് കത്തിയെടുത്തിട്ട് അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റുകൾ വന്നിട്ട് കത്തിയെടുത്ത് യാ അഹ്മദ് അൽ കബീർ റിഫായി എന്നിങ്ങനെ വിളിച്ച് കത്തിയെടുത്ത് ശരീരം കീറിപ്പൊളിച്ചിട്ട് വേണം റിഫായി ഷെയ്ഖിനെ വിളിക്കാൻ. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചില്ല. സ്വന്തം ശരീരത്തിൽ ഒരു മുട്ടുസൂചി വെറുതെ വെക്കാൻ ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. സ്വന്തം ശരീരം അകാരണമായി വേദനിപ്പിക്കാൻ ഇസ്ലാം സമ്മതിക്കൂല. പിന്നെയാണോ ഈ കുത്തറാത്തീബ്? ഇതൊന്നും നബി പഠിപ്പിച്ചതല്ല. ഇതൊന്നും സ്വഹാബത്തിനറിയില്ല, മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കറിയില്ല, മുഹദ്ദിസീങ്ങളായ ഹദീസ് പണ്ഡിതന്മാർക്കറിയില്ല. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാരെങ്കിലും പഠിക്കാതെ ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്. ഇവിടെ എല്ലാം കെട്ടിച്ചമച്ച് എഴുതിയുണ്ടാക്കിയ ഹദ്ദാദും റാത്തീബും അറിവിൻ നിലാവും സ്വലാത്തുൽ ഫാത്തിഹും അടക്കമുള്ള ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് എഴുതിയുണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഖുർആനാണ്. ഖുർആൻ നമ്മളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട സന്ദേശം അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. പ്രാർത്ഥന ആരാധനയാണ്. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണേ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. എന്നെ പ്രാർത്ഥിക്കുന്ന ആരാധനയിൽ നിന്ന് ആരെങ്കിലും അഹങ്കരിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്യരായി നരകത്തിൽ പ്രവേശിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരാധനയാണ്, മുഖുൽ ഇബാദയാണ്, ആരാധനന്റെ മജ്ജയാണ്. അല്ലാഹു വല്ലാത്തൊരു വ്യക്തിനോട് ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ ളാലീൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഉസൈർ നബിയെ ഞങ്ങളെ കാക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞ ആ വിഭാഗത്തിലാണ് അവരെ പെടുത്തുക. ഇബ്രാഹിം നബിയെ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പറ്റി പറയും ഒരു പിഴച്ചവരാണെന്ന് പറയും. മുഹമ്മദ് നബിയെ ഞങ്ങളെ കാക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും അവർ പിഴവിലാണ്. കാരണം നബി തങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ ഒരിക്കലും അള്ളാഹുവിൽ ഒരു നിലക്കും പങ്കു ചേർക്കൂല. ഞാൻ ഇടയാളനായി ഇന്ന ജാള ഹക്ക് ജാഹ് ബർക്കത്തോണ്ട് പ്രാർത്ഥിക്കൂല. ഞാൻ ഇന്ന ആളുടെ ഹദ്റത്തിലേക്ക് വെച്ച് പ്രാർത്ഥിക്കൂല. വിശുദ്ധ ഖുർആനിലെ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹിനോടാണ്. നബി തങ്ങളുടെ 23 കൊല്ലത്തെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ മുഴുവൻ അള്ളാഹിനോടാണ്. വിശ്വാസി രാവിലെ മുതൽ രാത്രി കടന്നുറങ്ങുന്നത് വരെയുള്ള സകല പ്രാർത്ഥനകൾ അള്ളാഹിനോടാണ്. ബദരീങ്ങൾ ബദർ യുദ്ധത്തിൽ പ്രാർത്ഥിച്ചത് അള്ളാഹിനോടാണ്. അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കന്മാർ ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങിയപ്പോൾ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, റബ്ബിനോടാണ് അവർ പ്രാർത്ഥിച്ചത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട മലയാളികളെ, കൊല്ലം ജില്ലക്കാരെ, വേദനയോടെ നിങ്ങളൊരു ക്ലിപ്പ് കാണണം. ഈ ക്ലിപ്പ് കേട്ടിട്ട് നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനെന്തോ പ്രതിസന്ധിയുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിനെന്തോ തുറക്കാത്ത ഒരു പ്രശ്നമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞ 1400 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് ജീവിക്കുന്ന വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഒന്നാമത്തെ, അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാഹ്, ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടക്കുകയില്ല, ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്, ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകയില്ല യാ ഹബീബല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകയില്ല യാ ഹബീബല്ലാഹ്, നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ്,
ഹറാമുകൾ ഈ കണ്ണുകളെ കൊണ്ട് നമ്മൾ കണ്ടു. ഓരോ രാത്രിയിലും ഈ കണ്ണുകൊണ്ടാണോ നമ്മൾ തിരു ഹബീബിനെ കാണാൻ പോകുന്നത്? ഈ കണ്ണുകളിൽ പറ്റിപ്പിടിച്ച ഹറാമിന്റെ കറകളെ കണ്ണുനീരുകൊണ്ട് കഴുകിക്കളയാതെ എങ്ങനെ നമ്മൾ ആ ഹബീബിന്റെ മുഖത്ത് നോക്കും? നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ് പല. സുദീർഘമായൊരു ക്ലിപ്പാ. കരഞ്ഞ് കരഞ്ഞ് തേങ്ങി പൊട്ടി കരഞ്ഞ് റബ്ബേനെ വിളിക്കുന്ന അല്ലാഹുവേ റബ്ബേ റഹ്മാനെ എന്ന് വിളിക്കേണ്ട മനുഷ്യർ ആ മുത്തായ ഹബീബായ നബി തങ്ങളെ വിളിച്ച ഹബീബേ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണില്ലേ? ആരാണ് ആ സദസ്സിലുള്ള ആളുകൾ? നിങ്ങൾ ശ്രദ്ധിച്ചോ? തെക്കൻ ജില്ലയിൽ അറിയപ്പെടുന്ന പ്രഭാഷകന്മാരാ വേദിയിലുണ്ട്. തങ്ങൾ കുടുംബത്തിൽപ്പെട്ട മനുഷ്യരെന്ന് വിളിക്കുന്നവരുണ്ട്. തിരുത്തി കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ, ഇത് ശരിയല്ലെന്ന് പറയാൻ, നട്ടെല്ലു കാണിക്കാൻ അല്ലാഹുവിന്റെ ദീനും പ്രമാണവും പഠിപ്പിച്ചു കൊടുത്ത, പറഞ്ഞു കൊടുക്കേണ്ടുന്നവർ പോലും മൗനികളാകുന്ന ഈ കാലത്ത് അഹ്ലുസുന്നയുടെ ആദർശ പ്രയാണം ഇവിടെ ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഈ പോക്ക് അപകടകരമാണ്. നബിയെ നബിയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് പൊട്ടിക്കരഞ്ഞ് സങ്കടപ്പെടുന്നത് ഇഖ്ലാസോടെയാണ്, ആത്മാർത്ഥമായിട്ടാണ് അവർ ചെയ്യുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ മണ്ണിൽ കിടന്നുകൊണ്ട് സുജൂദിൽ കിടന്നിട്ട് കരയുന്നുണ്ട്. നബി ആരോടാ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ അസാബ, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തിനെ ഇവിടെ വെച്ച് പരാജയപ്പെടുത്തിയാൽ ലം തുഅബദ ഫിൽ അർള്, ഭൂമിയിൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ആളുണ്ടാകില്ല റബ്ബേ. സഹോദരങ്ങളെ, നബി തങ്ങളോട് പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല. അല്ലാഹു വല്ലാത്തവരോടുള്ള പ്രാർത്ഥന നമുക്ക് ഒരിക്കലും അനുവദിച്ചു തന്നിട്ടില്ല. അപ്പോഴാണ് ചില മനുഷ്യർ പറയുന്നത് ഞങ്ങളെ ബദരീങ്ങളാണ്, ഞങ്ങളുടെ സഹായങ്ങളെല്ലാം നൽകിയത്, കപ്പലിൽ പോകുമ്പോൾ ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ബദരീങ്ങളാണ്. അതോടൊപ്പം ചില ആളുകളൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അള്ളാഹിനോട് നേരിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് KSRTC ബസ് പോണ പോലെയാണ്, വേഗം എത്തൂല. നമ്മൾ അല്ലാഹു അല്ലാത്ത മഹാന്മാരോട് പ്രാർത്ഥിച്ചാൽ അത് ബെൻസ് കാറിൽ പോണ പോലെയാണ്, അത് കുറച്ച് വേഗത്തിലെത്തും. ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു ഈ കൗമിനോട്. പക്ഷേ ഒന്ന് പഠിച്ചു നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ അമ്പിയാക്കന്മാരുടെ പ്രയാസങ്ങൾ നിറഞ്ഞ ഘട്ടത്തിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുരിതക്കയത്തിൽ മുങ്ങിയപ്പോൾ, വെള്ളത്തിൽ മുങ്ങി, മത്സ്യത്തിൽ വായിൽ മുങ്ങിപ്പെട്ടപ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, രോഗം ബാധിച്ച് 18 കൊല്ലം ശരീരത്തിന്റെ വ്രണം പൊട്ടി ഒലിക്കുമ്പോൾ നാട്ടുകാരെല്ലാം ഭീതിയോടെ കണ്ടപ്പോൾ, മക്കൾ മരിച്ചപ്പോൾ, സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് മഖാമില്ല, ദർഗയില്ല, ഏലസില്ല, ചരടുകളില്ല, ഏതെങ്കിലും തെറ്റായ കേന്ദ്രങ്ങളിലേക്ക് ചെന്നിട്ടില്ല, എന്തെങ്കിലും വീട്ടിൽ കുഴിച്ചിടാൻ പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും കെട്ടിത്തൂക്കിയ ചരിത്രമില്ല. മറിച്ച് അയ്യൂബ് നബി അല്ലാഹുവിലേക്ക് മടങ്ങാണ്. വഅന്നീ മസ്സനിയൽ-ളുർറു വഅൻത അർഹമുർ റാഹിമീൻ. ഇതാണ് ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ. എന്തൊരു സമാധാനമാണ് നമുക്ക്. മക്കളെ കാണാതെ, യൂസുഫ് നബിനെ കാണാത്ത 30 കൊല്ലക്കാലം കരഞ്ഞ് കണ്ണിന്റെ നിറം മാറിപ്പോയ യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട് ഇന്നമാ അഷ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ്, എൻ്റെ ആവലാതി, എൻ്റെ വേവലാതി എല്ലാം അല്ലാഹുവിലേക്ക് ഞാൻ മടക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഹക്ക് പറയാനാണ് കേരളത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിലായി നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യർ ഈ ഹക്ക് പറയാൻ, അള്ളാന്റെ ഖുർആനിലുള്ളത് പറയാൻ, ഹദീസിലുള്ളത് പറയാൻ, പഠിപ്പിക്കാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, നബിതങ്ങൾ വിലക്കിയതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാനും പഠിപ്പിക്കാനുമാണ് നമ്മൾ ഈ ലോകത്ത് ഈ ശബ്ദമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പുതിയതായി ഒരാശയം പറയാനില്ല. ഇതുവരെ ലോകത്ത് അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും പഠിപ്പിക്കാത്ത നമ്മുടെ വകയായി ഒന്നും നമുക്ക് പറയാനില്ല. ഏറ്റവും വലിയ മാതൃകയായി ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും,
ഏറ്റവും ഉത്തമമായ ആദ്യത്തെ 3 തലമുറ പഠിപ്പിച്ച ആശയത്തിലേക്ക് മടങ്ങുക, അതാണ് സലഫു സ്വാലിഹീങ്ങളുടെ മാർഗമെന്ന് പറയുന്നത്. എന്നാൽ നബി തങ്ങളെ ഏറ്റവും മോശമായി അപമാനിക്കുന്ന രൂപത്തിൽ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ എന്ന് മാത്രമല്ല, നമ്മൾ നടത്തുന്ന കേരളത്തിൽ നടത്തുന്ന പല സദസ്സുകളെ കുറിച്ചും പറയാണ്. അവിടെയെല്ലാം നബിമാരുടെയും ഔലിയാക്കന്മാരുടെയും ഒക്കെ ആത്മാവ് വന്നിട്ടുണ്ട്, റൂഹുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പല പ്രോഗ്രാമും കഴിഞ്ഞപ്പോൾ കറാമത്ത് പറഞ്ഞതാണ്. എന്താ? ഞങ്ങളെ പരിപാടിന്റെ സദസ്സിൽ അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ ആത്മാക്കൾ വന്നിട്ടുണ്ട് എന്ന് അവർ പച്ചയായി കളവായി പറഞ്ഞ് പ്രചരിപ്പിച്ചു നടന്നു. പണ്ഡിതന്മാരിങ്ങനെ ചെയ്താൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, സമസ്ത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കെല്ലാം പറയാൻ പറ്റും. പല നിലക്കും നമുക്കതറിയാം. കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞുപോയി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മറ്റൊരു പ്രസ്ഥാനമുണ്ടാക്കി. അതിൻ്റെ വികലമായ വാദങ്ങളും അപകടങ്ങളും ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. അതിൻ്റെ ദുരന്തങ്ങൾ ഇന്ന് ഈ ഉമ്മത്തിനെ ഒട്ടനേകം കാര്യങ്ങളിൽ വ്യാപിച്ചു. CM മടവൂരാണ് ലോകത്തിനെ നിയന്ത്രിക്കുന്നതെന്ന് പഠിപ്പിച്ചു. ഔലിയാക്കന്മാർക്ക് കൊടുത്ത കഴിവുണ്ട്, അതിന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അവർ അള്ളയാണ്, അവർ ഖാലിഖാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി, പടച്ചോനാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. പിന്നെ എന്തും പറയാം, എന്തും ചോദിക്കാം, എന്തും പ്രാർത്ഥിക്കാം. എന്നിട്ട് പറയാണ്, ഈ പ്രസ്ഥാനം ഉണ്ടാക്കാൻ ആര് പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയത്? സമസ്ത ഉണ്ടാക്കാൻ 1400 കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അത്രേ. നിങ്ങൾ രണ്ടാമതൊരാളുടെ സംസാരം കൂടെ ഒന്ന് കേൾക്കുക. തൃപ്പനച്ചി മുഹമ്മദിൻ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കേട്ടില്ലേ? തൃപ്പനച്ചി ഉസ്താദ് ബഹുമാനപ്പെട്ടവര് ഇന്ന് ഇപ്പൊ മുഷാവറയിൽ തിരഞ്ഞെടുക്കപ്പെട്ട, ഞാൻ ഈ സനത് സംവിധം പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാം ട്രോളുന്ന ഒരു കാലമായതുകൊണ്ടാണ്. ഇന്ന് മുഷാവറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒളവണ്ണ ഉസ്താദിനോട് പറഞ്ഞ ചില വിഷയമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്, നിങ്ങൾ എന്താണ് സമസ്തയെ പറ്റി മനസ്സിലാക്കിയത്? സമസ്ത ഉണ്ടാക്കാൻ സമ്മതം കൊടുത്തതും രൂപീകരണ യോഗത്തിൽ ദുആക്ക് ആമീൻ പറയുന്ന കൂട്ടത്തിലും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഉണ്ടാക്കാൻ വേണ്ടി സമ്മതം കൊടുത്ത ശംസുൽ പലപ്പോഴും പറയുന്നത് കേട്ടവരുണ്ട്. റസൂലുള്ളാഹിന്റെ സമ്മതപ്രകാരം, സമ്മതം കിട്ടാതുകൊണ്ടാണ് താമസം. 25 ഉണ്ടാക്കേണ്ട സംഘടനയാണ്. എന്നിട്ട് തങ്ങളെ സമ്മതം കിട്ടാതുകൊണ്ട് 25 കേരള സംഘടന ഉണ്ടാക്കിയിരുന്നു, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആകുന്നതാണ് 26. അപ്പോൾ റസൂലുള്ളാഹിന്റെ സമ്മതം തന്റെ പേരക്കുട്ടിയാകുന്ന ഖുതുബുസ്സമാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് സംഘടനയ്ക്ക് സമ്മതം കൊടുക്കാൻ താമസം പിടിച്ചത്. തങ്ങളെ സമ്മതം കിട്ടിയിട്ട് മതിയെന്നൊരു വിഭാഗം, അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊരു വിഭാഗം. അങ്ങനെയാണ് 25 സംഘടന ഉണ്ടായത്. പിന്നെ 26 സമസ്തയായി മാറിയത് എന്ന് ശൈഖുന തന്നെ പറഞ്ഞത് കേട്ട ആളുകൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നത്തെ സംസ്ഥാനത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ. അങ്ങനെ മാത്രല്ല, സമസ്തയുടെ രൂപീകരണം ഉണ്ടാവാനുള്ള കാരണം അഷ്റഫുൽ ഖൽഖുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള വിഷയം പിൽക്കാലത്ത് സമസ്തയുടെ 3ാമത്തെ പ്രസിഡന്റായി വന്ന വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞത് CH ഹൈദ്രോസ് മുസ്ലിയാർ കേൾക്കുകയും CH ഹൈദ്രോസ് മുസ്ലിയാരിൽ നിന്ന് ആ വിഷയം നേരെ അദ്ദേഹത്തിന്റെ മകൻ തൊയ്യിബ് ഫൈലി കേട്ടിട്ടുണ്ട്. ഞങ്ങൾ തൊയ്യിബ് ഫൈലിയെ ഞാൻ ആ വിഷയം സംസാരിച്ച് തീർത്ത ഇഷ്കാലം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സംഘടനയാണിത്. നിങ്ങൾക്ക് അതിന് ഗൗരവം മനസ്സിലാകുന്നില്ലേ? അഷ്റഫുൽ ഖൽഖ് വേണ്ടാതിരുത്തുന്ന അഭിപ്രായം പറയാൻ നിൽക്കില്ലല്ലോ. എന്താണ് സഹോദരങ്ങളെ, ഒരു ലാഭത്തിന് വേണ്ടി, തങ്ങളുടെ മുമ്പിൽ ആളുകൾ ഇരിക്കുന്നതിന് വേണ്ടി, ഞങ്ങൾ പറയുന്നതിൻ്റെ മുമ്പിൽ ആളുകൾ വന്ന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന നബിൻ്റെ പേരിലാണ് കളവ്. നബി പറഞ്ഞിട്ടാണ് സമസ്ത എന്ന സംഘടന ഉണ്ടാക്കിയത് എന്ന് എപ്പോ ആര് കേട്ടു? ഏതാണ് ഹദീസ്? ഇന്ന് നിങ്ങൾ പോയി നമ്മുടെ നാട്ടിലെ മഹല്ലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ സ്നേഹമുള്ള, നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന, നിങ്ങൾ വരിസംഖ്യ കൊടുക്കുന്ന, ശമ്പളം കൊടുക്കുന്ന ഉസ്താദിനോട് ഇങ്ങനൊരു സാധനം കേട്ടു, ഇത് നബിതങ്ങൾ വസിയത്ത് പറഞ്ഞ് നബിതങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാൻ പറഞ്ഞതാണ് ഈ സംഘടന എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? കാരണം നബിതങ്ങൾ മലമൂത്ര വിസർജനത്തിന് പോയത് ഹദീസിലുണ്ട്, നബിതങ്ങൾ വീട്ടിൽ നമസ്കരിച്ചിരുന്നത് ഹദീസിലുണ്ട്, നബിതങ്ങൾ സേവകന്മാർക്ക് ഭക്ഷണം കൊടുത്തത് ഹദീസിലുണ്ട്, നബിതങ്ങൾ സംസാരിച്ചതും ഇരുന്നതും നടന്നതും ഹദീസിലുണ്ട്. പക്ഷേ നബി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മൻ കദിബ അലയ്യ മുതഅമ്മിദാ, എൻ്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ ഫല്യതബവ്വ മഖഅദഹു ഫിന്നാർ, നരകം അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ. ഇത് ഗുരുതരമാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ പച്ചയായ കളവുകൾ പലതും പറയുമെങ്കിൽ അവരെങ്ങനെയാണ്, എന്തെല്ലാം പിന്നെ പറയുമെന്ന് ഊഹിച്ചു നോക്കിയാൽ മതി. മുഹിയുദ്ദീൻ ഷെയ്ഖ് ലോകത്ത് എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും ഉത്തരം നൽകുമെന്ന് എഴുതി വെച്ചു.
സി എം മടവൂര് വലിയാണ്, ഔലിയയാണ്, ലോകത്തിന്റെ നിയന്ത്രണം സി എം മടവൂരിന്റെ കയ്യിലാണെന്ന് പച്ചയായി മലയാളത്തിൽ പ്രസംഗിച്ചു. പറയാതിരിക്കോ? എന്ത് പറയാം? ആരാ സി എം മടവൂര്? സുഹൃത്തുക്കളെ, നമ്മളാരും എഴുതി വെച്ചതല്ല, സി എം സ്മരണിക എന്ന പുസ്തകത്തിൽ പറഞ്ഞ വാക്കാണ്. ഇവിടെ നിന്ന് കൊല്ലത്തുനിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഈ ജില്ലയുടെ പല പ്രദേശങ്ങളിൽ നിന്ന് കോഴിക്കോട് സി എം മടവൂരിന്റെ മക്കാമിലേക്ക് പോകുന്ന ആളുകളോട് അവരോട് പറയണം, നമ്മൾ ആരാണ് അദ്ദേഹം? നമസ്കരിക്കാറില്ലായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, നമസ്കാരമല്ല നോമ്പില്ലായിരുന്നു, ജുമഅക്ക് പങ്കെടുക്കൂലായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. ഇയാൾ എങ്ങനെയാണ് ഒരു വലിയാണെന്ന് ഒരു മനുഷ്യന് പറയാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണക്കാരന് പോലും ചെയ്യാൻ പറ്റൂല. എന്നിട്ട് എന്തെല്ലാം കള്ളക്കഥകളാണ്, കറാമത്താണ്. സി എം മടവൂരൊന്ന് ഉറങ്ങിയാൽ ഇവിടെ ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും. ആകാശത്തുനിന്ന് ഒരു ഇല അനങ്ങിയാൽ താഴേക്ക് മരത്തുനിന്ന് വീണാൽ അത് സി എം മടവൂരറിയും. നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം കിട്ടിയാലും അത് ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന സി എം മടവൂര് മനസ്സിലാക്കി തന്നിട്ടാണ്. ഇങ്ങനെ പറയുന്നതും പ്രസംഗിക്കുന്നതും ഈ തരത്തിലുള്ള വ്യക്തികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വളരെ ലളിതമാണ്. മനുഷ്യരെ, നമ്മളോട് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. ആ വിശുദ്ധ ഖുർആൻ പറയാണ്, ചില മനുഷ്യരുണ്ട്, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കയ്യോണ്ട് കിതാബ് എഴുതിണ്ടാക്കും. സുമ്മയഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇതൊക്കെ ഇസ്ലാമാണ്, ഇതൊക്കെ അല്ലാഹ് തന്നതാണ്, ഇതൊക്കെ ദീനാണെന്ന് അവർ പറയും. ലിയശ്തറൂ ബിഹി സമനൻ ഖലീല, തുച്ഛമായ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്. ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അങ്ങനെയുണ്ടാക്കുന്ന സമ്പാദ്യവും അങ്ങനെ എഴുതിയുണ്ടാക്കുന്നതും അവർക്ക് നാശമാണ് ഉണ്ടാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹിൻ്റെ പേര് പറഞ്ഞ്, ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് തെറ്റായ വ്യാജമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. നിങ്ങൾ കേൾക്കുന്നില്ലേ? ത്വരീഖത്തുകൾ വ്യാപിക്കാണ്. ഖുർആനിന്റെ ത്വരീഖത്ത് വേണ്ട, നബിന്റെ ത്വരീഖത്ത് വേണ്ട, നമുക്ക് ആലുവ ത്വരീഖത്ത്, തിക്കന്തറ ത്വരീഖത്ത്, ജീലാനി ത്വരീഖത്ത്, തീജാനി ത്വരീഖത്ത്, ഷഹർഷാ ത്വരീഖത്ത്, എന്നിട്ട് അവർ തമ്മിൽ മാത്രം ആ ത്വരീഖത്തുകാരൻ മറ്റേ ത്വരീഖത്തിനോട് മുണ്ടൂല. മറ്റേ ത്വരീഖത്തുകാരൊക്കെ ഇസ്ലാമെന്ന് പുറത്താണ്. ആശുപത്രി കൊണ്ടുപോകാൻ പാടില്ലാത്ത ത്വരീഖത്ത്, ഡോക്ടറെ കാണാൻ പാടില്ലാത്ത ത്വരീഖത്ത്, എന്തെല്ലാമാണ് നടക്കുന്നത്. പ്രസവിച്ചിട്ട് തൻ്റെ ഭാര്യയുടെ ബ്ലീഡിങ് നടന്നിട്ട് ആശുപത്രിയിലേക്ക് എടുത്തു കൊണ്ടുപോകാതെ പോയ ത്വരീഖത്ത്, മരിച്ചുപോയ ഭാര്യയുടെ കഥകൾ നിങ്ങൾ വായിച്ചില്ലേ? ആരാണിതൊക്കെ? ഈ പിഴച്ച ത്വരീഖത്തുകളിലേക്ക് പോണതിന്റെ മുമ്പ് നമ്മളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ. ഇതാ ഖുർആനിന്റെ, ഹദീസിന്റെ, ഇസ്ലാമിന്റെ നേരായ ചൊവ്വായ മാർഗ്ഗം ഇതാ. ഇത് സ്വീകരിച്ചോ, ഇത് പഠിച്ചോ, ഇത് പിൻപറ്റുക. ഫത്തബിഊ, നിങ്ങളത് പിൻപറ്റുക. വലാ തത്തബിഉസ് സുബുല, പിഴച്ച ഒരുപാട് മാർഗങ്ങളുണ്ട് നാട്ടിൽ, പിഴച്ച ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഷിഈസം, ഷിയാക്കൾ, അവരുടെ വേരുകൾ ഈ കേരളത്തിലും ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ചില പ്രമുഖ നേതാക്കന്മാരും പത്രങ്ങളും ചാനലുകൾ വരെ ഷിഈസം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആ ഒരു മനുഷ്യൻ, കൊലയാളിയായ മനുഷ്യന് മഖാമുണ്ടാക്കി, ദർഗയുണ്ടാക്കി പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷിയാക്കളുണ്ട്. അവർക്ക് ഈ ഖുർആനിൽ അവർക്ക് വിശ്വാസമില്ലാത്തവരാണ്, ഈ ഖുർആനെ ശരിയായി അംഗീകരിക്കാത്തവരാണ്. ആ ഷിയായിസത്തിന്റെ ആചാരങ്ങളെ, ലോകത്ത് ഏറ്റവും അധികം മഖ്ബറകളെ, ജാറങ്ങളെ കെട്ടിപ്പൊക്കിയവരാണ് ഷിയാക്കളെങ്കിൽ അവരുടേതാണ് കുത്താറാത്തീബ്, അവരുടേതാണ് നഹ്സിന്റെ വാദങ്ങൾ. അതെല്ലാം കേരളത്തിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവന്നതാരാ? ശരിയായ മാർഗത്തുനിന്ന് പിഴച്ചു പോയാൽ പിന്നെ പോകുന്നത് ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ്. വിശ്വാസികളെ, ഖുർആൻ നമ്മളോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ, ശിർക്കൊരിക്കലും വരല്ലേ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവന് നിഷിദ്ധമാണ്. സ്വർഗ്ഗത്തിന്റെ മുമ്പ് പല മഖാമുകളിലേക്കും കയറിപ്പോകാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ്, ഞാൻ പറഞ്ഞ ബാക്കിയുള്ള വിഷയങ്ങൾ മറക്കി,
നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെക്കും, ഇൻഷാ അല്ലാഹ് സൂക്ഷിക്കും. ഇനി ഞാൻ പറയുന്ന കാര്യം ആലോചിക്കും. നമ്മുടെ നേതാവ് മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് പറഞ്ഞ ഒരു ഉപദേശമുണ്ട്. ആ സ്വഹാബത്തിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അടുത്തേക്ക് വിളിക്കാൻ നബിക്ക് രോഗം ബാധിച്ചു 13 ദിവസം. രൂക്ഷമായ പ്രതിസന്ധിയായിരുന്നു. അവസാനത്തിൽ ബോധം നഷ്ടപ്പെട്ട രംഗമുണ്ടായിരുന്നു. നബി പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. നബി എന്തോ പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പ്രിയപ്പെട്ടവർ അടുത്തേക്ക് ചെന്ന് നോക്കി. എന്താ നബി ഞങ്ങൾ പറയുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ. യഹൂദി നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. എന്തേ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. പള്ളി ദർസിൽ ഓതുന്ന കിതാബിലുണ്ട് ഈ ഹദീസ്. പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബുകളിൽ ഈ ഹദീസ് ഉണ്ട്. എന്താ ഹദീസ്? അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അമ്പിയാക്കന്മാര് മരിച്ചപ്പോ അവരുടെ ഖബറുകളെ സുജൂദിന്റെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയ യഹൂദി നസ്രാനികൾക്ക് ശാപമുണ്ടാകട്ടെ. ആ പണി നമ്മക്ക് ചെയ്യാൻ പറ്റുമോ? മരിക്കണതിന്റെ മുമ്പ് നബിതങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റല്ല പടച്ചോനെ. അത് തൊടാൻ, ആ മണ്ണ് മാന്താൻ നമുക്കൊക്കെ സ്നേഹമുണ്ട്, നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. നബിതങ്ങളെ കണ്ടുമുട്ടാനുള്ള മഹത്തായ കൊതിയുണ്ട്. പക്ഷേ നബിയെ ഞങ്ങൾ രക്ഷിക്കണം, നബിയെ ഞങ്ങളുടെ പാപം പൊറുക്കണം എന്ന് പറയൂല നമ്മൾ. അത് നബി പഠിപ്പിച്ച ആദർശത്തിനെതിരാണ്. മരിക്കണതിൻ്റെ മുമ്പ് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹം പോലെ ആക്കരുത് റബ്ബേ. 1400 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും ഒരാൾക്കും അതിന് പറ്റാത്തത് ആ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. അല്ലാഹുവേ എൻ്റെ ഖബറിനെ ഒരു ആഘോഷ കേന്ദ്രമാക്കല്ലേ പടച്ചോനെ. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണ്ടേ? ഈ ഗൗരവത്തിൽ കാണും. മരിക്കണതിന് മുമ്പ് പറഞ്ഞ വാക്ക. നമ്മുടെ കാഞ്ഞിരമറ്റത്തും ഉള്ളാളത്തും ഭീമാപള്ളിയിലും ഓച്ചിറയിലും പരിസരത്തുമുള്ള മഖാമുകളിൽ ഖബറിന്റെ ഉത്സവം നടക്കുന്നു. ആരാ പഠിപ്പിച്ചെന്ന്? ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, ഉയർത്താൻ പാടില്ല, കുമ്മായിടാൻ പാടില്ല, അവിടെ ഇരിക്കാൻ പാടില്ല. അവിടെയുള്ള ആൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാനും മരണം ചിന്തിക്കാനും പരലോകം ചിന്തിക്കാനാണ് ഖബർ സിയാറത്ത്. അതിന് തിരുവനന്തപുരം പോകണ്ട, അതിന് ഉള്ളാളത്തേക്ക് പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഖബർ സിയാറത്ത് നടക്കും. നമുക്ക് നമ്മുടെ ബാപ്പാന്റെ ഉമ്മാന്റെ ബന്ധുക്കളുടെ പ്രിയപ്പെട്ടവരുടെ ഖബർ സിയാറത്ത് പഠിപ്പിച്ചത് എന്തിനാ? സൂറുൽ ഖുബൂറ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകം ഓർക്കാൻ, മരണം ഓർക്കാനാണല്ലോ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാം സാമ്പത്തിക ലാഭത്തിന് ഉപയോഗിക്കുകയാണ്. ഒരു ഖബർ കെട്ടിപ്പൊക്കുക, എന്നിട്ട് ഒരു പെട്ടി വെക്കുക. എവിടെ ഖബറുണ്ടോ, എവിടെ മക്കാമുണ്ടോ അവിടെ പെട്ടിയുണ്ട്. സയാമീസ് ഇരട്ടകളെ പോലെയാണ്. എവിടെ പെട്ടിയുണ്ടോ അവിടെ മക്കാമുണ്ട്, എവിടെ മക്കാമുണ്ടോ അവിടെ ഒരു പെട്ടിയുണ്ട്. പണം ഇടണം. സുഹൃത്തുക്കളെ, മരിച്ചോൾക്ക് എന്തിനാ പൈസ? ഖബറിന് എന്തിനാ പൈസന്റെ ആവശ്യം? അവിടെ എന്താ പരിപാടി? ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കഷ്ടപ്പാടുകളിലേക്ക് കൊടുക്കേണ്ട പണം ഈ പെട്ടിയിൽ കൊണ്ടുപോയിട്ടാൽ എനിക്ക് ബർക്കത്തുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. എന്നിട്ട് കൊല്ലത്തിൽ ഒരിക്കൽ ഒരു അന്നദാനമുണ്ട്. അതിന് പുറമെ ഒരു ഉറൂസ് നടക്കുന്നുണ്ട് പരിസരങ്ങളിൽ. ആ ഉറൂസിൽ ആനയുണ്ട്, വാദ്യമേളങ്ങളുണ്ട്, നർത്തകിമാരുണ്ട്, ഗാനമേളയുണ്ട്, ട്രൂപ്പുകളുണ്ട്. ചെറുക്കന്മാര് മദ്യപിച്ചും ലഹരിയടിച്ചും തുള്ളിച്ചാടി നടക്കുന്നുണ്ട്. പതാക ഉയർത്തുന്നതാരാ? അന്നദാനം തുടങ്ങുന്നതാരാ? രാവിലെ ഖത്മുൽ ഖുർആൻ ചെയ്തതാരാ? ഇതൊക്കെ നേതാക്കന്മാരാണ്. നേരത്തെ പറഞ്ഞ മുത്തുനബി അനുവാദം കൊടുത്തതാണ് എന്ന് പറഞ്ഞ ആ കൂട്ടരുണ്ടല്ലോ, ഇവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ ഇതിനെ എതിർക്കണം. ഇത് ഖബറിന്റെ ഉത്സവപ്പറമ്പായി മാറുക. എന്നിട്ട് ഖബറിങ്ങൽ ആനയുടെ ചവിട്ടേറ്റ് 2 സ്ത്രീകൾ മരിച്ചു. വേറെ വാർത്ത അല്ലേ? ഖബർസ്ഥാനിൽ കരിമരുന്ന് പൊട്ടിച്ച ചാവക്കാട്ട ന്യൂസ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഖബറിങ്ങ കരിമരുന്ന് പൊട്ടിക്കുക. സ്വഹാബത്ത് ഖബർ കണ്ടാൽ കരയുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ കരയുമായിരുന്നു. അത് കരയാനും പറയാനും ചിന്തിപ്പിക്കാനാണ് സിയാറത്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് പണപ്പിരിവിനുള്ള കേന്ദ്രമാക്കി അതിനെ മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജനങ്ങൾ അതാ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകളെ അതിനു വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കുമ്പോൾ എന്തൊക്കെ പറയണം? അവിടേക്ക് ആള് പോകാൻ കുട്ടികളെ കിട്ടും, കുട്ടികളില്ലാത്തവർക്ക്
രോഗമുള്ളവർക്ക് രോഗം മാറും, ഭ്രാന്തുള്ളവർക്ക് ഭ്രാന്ത് മാറും. ഏർവാടിയിൽ എത്ര മനുഷ്യരെയാണ് ഒരു വർഷത്തിൽ ചങ്ങലക്കിട്ട മാനസിക രോഗികൾ, തീപ്പൊള്ളലേറ്റ് 24ഓളം രോഗികൾ മരിക്കാനുള്ള കാരണം എന്താ? അജ്മീറിലെ ഷെയ്ഖിന്റെ അടുത്ത് പോയാ രോഗം മാറുമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടതാണ്. അവർക്ക് മാനസിക രോഗത്തിന് ചികിത്സ കൊടുക്കേണ്ടതിന് പകരം ഈ ഷെയ്ഖിന്റെ ജാറത്തിൽ കൊണ്ടുപോയി അവരെ തളച്ചിട്ടതാരാണ്? അവർ ചെയ്ത ക്രൂരതക്ക് എന്നാണ് ലോകത്തോട് മറുപടി പറയാ? കത്തിക്കരിഞ്ഞു. ഈ മഖാമുകളിൽ പലയിടത്തും കിടക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ്? സീയമ്മടപൂരിന്റെ അടുത്തേക്ക് മക്കളെ കിട്ടാൻ വേണ്ടി ഇവിടുന്ന് യാത്ര പോകുന്ന, സിയാറത്ത് പോകുന്നവരെ, അദ്ദേഹത്തിന് ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന ആ മനുഷ്യൻ കല്യാണം കഴിച്ചിരുന്നു. അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് സ്വന്തമായി കുട്ടികളില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന്, കൊല്ലത്ത് നിന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കുട്ടികളെ കിട്ടുന്നത്? അദ്ദേഹത്തിന് രോഗം വന്നിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്, കണ്ണ് കാണാതെ കാഴ്ചക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കണ്ണട ഉപയോഗിച്ച് നടക്കാൻ പറ്റാതെ വടി പിടിച്ചിട്ടുണ്ട്. അത്ര മനുഷ്യനാണ്, സ്വാഭാവികമാണ്. എന്ന് ഇവരൊക്കെ പടച്ചോനാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. പല ജാറങ്ങളിലും പല മഖാമുകളിലും കിടക്കുന്നത് ആരാ? പ്രിയപ്പെട്ടവർ, ഔലിയാക്കന്മാരാന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ജില്ലയായ കൊല്ലം ജില്ലയിലെ ഒച്ചിറ ഉപ്പൂപ്പാന്റെ മഖാമിന്റെ അടുത്തൊന്ന് പോയി നോക്കി. ഞാൻ ആ പരിസരത്ത് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഒച്ചിറയിൽ താമസിച്ചിരുന്ന ദാമോദരൻ എന്ന മനുഷ്യൻ മരിച്ചപ്പോ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു പണ്ഡിത വേഷധാരിയായ മനുഷ്യൻ ആ കബറങ്ങി ഏറ്റെടുത്തൊരു 200 രൂപക്ക് സിമന്റ്, ഒരു ലേശം മണൽ എംസാൻ്റെ അങ്ങ് മേടിച്ചു, ഒരു 10-19 രൂപക്ക് ഒരു പച്ച തുണിയും വിരിച്ചിട്ട് പേരങ്ങ് മാറ്റി. ദാമോദരന്റെ പേര് മാറ്റിയിട്ട് കുപ്പസ്വാമി എന്ന മനുഷ്യന്റെ പേര് മാറ്റിയിട്ട് ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇത് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചതിൻ്റെ ചരിത്ര. നമ്മുടെ നാട്ടിൽ 60 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന മഖാമിലേക്ക് എന്തിനാ പാവപ്പെട്ട മനുഷ്യരെ സിയാറത്തിന് കൊണ്ടുപോകുന്നത്? വലിയാണെന്ന് പറഞ്ഞിട്ടാ കൊണ്ടുപോകുന്നത്. ദാമോദരൻ എന്നാണ് വലിയായത്. ഒരു വലിയിന്റെ ഗുണമെന്താണ്? അല്ലദീന ആമനൂ, സത്യവിശ്വാസമുള്ളവരായിരിക്കും. വകാനൂ യത്തഖൂൻ, അല്ലാഹ് വിലക്കിയത് ചെയ്യാത്തവരായിരിക്കും, തഖ്വയുള്ളവരായിരിക്കും. നമ്മളങ്ങോട്ട് ഔലിയക്ക് പ്രഖ്യാപിക്കുക, നമ്മളങ്ങോട്ട് റെക്കോർഡിട്ട് കൊടുക്കുക, നമ്മളങ്ങോട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് അവിടെ പെട്ടി വെക്കുക, എന്നിട്ട് ജാറം മൂടുക, എന്നിട്ട് കറാമത്തുണ്ടാക്കി ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുക. ഇതാണോ നമ്മുടെ പണി? ഇതാണോ ഇസ്ലാമിന്റെ ദൗത്യം? ഖബറിനകത്ത് കിടക്കുന്നത് ആരാന്ന് പോലും അറിയാത്തവർ, പേരറിയാത്തവർ, ഊരറിയാത്തവർ, നാടറിയാത്തവർ ഇന്ന് ഖബറിൽ കിടക്കുന്നുണ്ട്. വെളിയങ്കോട് നമ്മുടെ പ്രസിദ്ധമായ മുനമ്പത്ത് ബീവിയുടെ ജാറത്തിലേക്ക് എത്ര മനുഷ്യന്മാരാ അവിടുന്ന് പോണത്? ആരാ ബീവി? ആ കിടക്കുന്ന ആളാരാ? കാളെ പേരറിയില്ല, നാടറിയില്ല, ആരാ വ്യക്തി ആർക്കും അറിയില്ല. വലിയ ഖബറുണ്ട്, ദർഗയുണ്ട്, അവരെ പറ്റി എഴുതുകയാണ്. ഒരു പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്. വെളിയങ്കോട് ഉമർ ഖാലി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരറിയില്ല, ഒരു നാട് പേരറിയില്ല, ഏതാ ജാതിന്നറിയില്ല. 2 മൃതശരീരങ്ങൾ കടലിലേക്ക് വന്നു, 2 എടുത്തിട്ട് മറവ് ചെയ്തു. ഒരാണോ ഒരു പെണ്ണോ വന്നത്? അപ്പൊ തന്നെ ആലോചിച്ചൂടെ? എടുത്ത് കബറടക്കി. പിന്നെ അങ്ങോട്ട് കറാമത്ത് പറയാൻ തുടങ്ങി. ഇത് സാധാരണ മയ്യത്തല്ല. ഉറപ്പല്ലേ? സാധാരണ മയ്യത്തല്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടാണ് കിടത്തിയത്. പോസ്റ്റ്മോർട്ടം ചെയ്ത് കബറടക്കിയ പോസ്റ്റ്മോർട്ടം ചെയ്ത് എസ്എഫ് ജീവിച്ചിരിപ്പുണ്ട് ചങ്ങരംകുളത്ത്. ആ മയ്യത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാഞ്ഞിട്ട് ആ നാട്ടിലെ വേറെ ചില ടീമിനെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് മുഖം ഫുള്ള് മറച്ച് കെട്ടിയിട്ടാണ് മയ്യത്ത് മറവ് ചെയ്യുന്നത്. അങ്ങനത്തെ അവസ്ഥയൊക്കെയായിരുന്നു. എന്നിട്ട് പറയാണ്, വെളിയങ്കോടും ഖാലി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ആ ജാറുള്ളത്, ആ കബറ്, ആ ആള് വന്ന് കിട്ടിയത് വെളിയങ്കോട് മർക്കാലിയൊക്കെ ജീവിച്ച വലിയൊരു നാട്ടിലാണ്. സുഹൃത്തുക്കളെ, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആൾ അബൂജഹൽ. നബിന്റെ നാട്ടിൽ വളർന്ന ആൾ അബൂലഹബ്. ആ കബറിന് എന്ത് പ്രത്യേകത നിങ്ങൾ കൊടുക്കുക? ആ കബറിന് എന്ത് പോരിശങ്ങൾക്ക് പറയാനുള്ളത്? നബി തങ്ങൾ ജീവിച്ച ആ നാട്ടിൽ നബിയെ സ്വീകരിക്കാത്ത, ഇസ്ലാം സ്വീകരിക്കാത്തവന്റെ കബറിന് എന്താ പ്രത്യേകത? പിന്നെ നാടിന്റെ പോരിശ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്.
ഒന്നങ്ങടെ അപ്പുറത്തേക്ക് നീങ്ങി കാഞ്ഞങ്ങാട് ചെന്ന് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് ഉറൂസ് നടക്കുന്ന ഖബർ ഉത്സവം നടക്കുന്ന 4 ദിവസം തെക്കൻ ജില്ലയിലെ അറിയപ്പെട്ട പ്രഭാഷകന്മാർ വണ്ടി വിളിച്ച് പോകും അങ്ങോട്ട്. ഞാൻ ഒരിക്കൽ ചെല്ലുമ്പോൾ അവിടെ വലിയ പ്രകാശനം നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ആരാണ് ഇവിടെ കിടക്കുന്നത്? അവിടെ ഫുൾ ബോഡി ഇല്ല, അവിടെ 2 കഷ്ണം കിട്ടിയിട്ടുള്ളൂ. ഒരു തല, ഒരു കാൽമുട്ട്. ഒരു തല, ഒരു കാൽമുട്ട്. ഔലിയാക്ക് പേരിടാൻ ഒരു പേര് പോലും കിട്ടിയില്ല. അവസാനം പേരിട്ടു മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. ആ സ്ഥലത്തിന്റെയും മഖാമിന്റെയും ഇന്നത്തെ പേര് മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. ആരാ വ്യക്തി? അവിടെ 4 ദിവസമാണ് ഉറൂസ്. ഈ നടക്കുന്ന പ്രസംഗങ്ങളിൽ എന്താ കാര്യമായിട്ട് പണി? ആ മഖാമിന്റെ ഉറൂസുകളിൽ നടന്ന് ഇതുപോലെ അള്ളാന്റെ കലാമ് പറഞ്ഞ്, നബിന്റെ സുന്നത്ത് പറഞ്ഞ്, ഖബർ സിയാറത്തിന്റെ മര്യാദ പഠിപ്പിച്ചു കൊടുത്ത് സമൂഹത്തിൽ ലഹരി വ്യാപിക്കുകയാണ്, തോന്നിവാസങ്ങൾ പെരുകുകയാണ്, അശ്ലീലങ്ങൾ വ്യാപിക്കുകയാണ്, അധർമ്മങ്ങൾ പെരുകുകയാണ്, ആത്മഹത്യകൾ വർദ്ധിക്കുകയാണ്. ഒരുപാട് ജീർണമായ അവസ്ഥയിലേക്ക് നാടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ട പണ്ഡിതന്മാരെന്താ ചെയ്യുന്നത്? പണത്തിനു വേണ്ടിയിട്ട് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പലതും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ക്ലിപ്പ് ശ്രദ്ധിച്ചു നോക്കും. ഇങ്ങനത്തെ വേദികളിൽ എന്താണ് ഇവർക്ക് ചെയ്യാനുള്ളത് എന്ന് നോക്കുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടോ? 1 ലക്ഷം രൂപ പൂർത്തിയാക്കാൻ പോവാണ്. ആരാ ഉള്ളത്? സ്ത്രീകളുടെ ഭാഗത്ത് നോക്കി. ആരെങ്കിലും ഉണ്ടോ? ഭർത്താവ് ഗൾഫിലാണെന്നാ വിളിച്ചു നോക്ക്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 1 ലക്ഷം രൂപ ഒരു വട്ടം. 1 ലക്ഷം രൂപ ഒരു കുപ്പി തേനാണ് ഇൻഷാ അല്ലാഹ്. 2 വട്ടം പാസ്സാക്കാൻ പോവാണ്. ആരെങ്കിലും ഉണ്ടോ? മുമ്പ് വിളിച്ച ആർക്കെങ്കിലും ഇൻഷാ അല്ലാഹ് മത്സരിക്കാൻ ഒരവസരം കൂടി അള്ളാഹു സ്വീകരിക്കട്ടെ. ദീനിന്റെ വിഷയത്തിൽ ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, ഖുർആന്റെ ആയത്താണത്. 1,05,000 രൂപ. ഉലൂ തക്ബീർ. കാറുപ്പ് എല്ലാവരും എഴുന്നേക്കും. മക പോയേക്കാ ചോറ് കഴിച്ചിട്ട് പൊതി കഴിച്ചാൽ കൊള്ളാന്ന് മനസ്സിലുണ്ട് പലരും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ തീരുമെന്ന് കരുതിയായിരുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ഈ ക്ഷമിക്കുന്നതിലൊക്കെ വലിയ കൂലിയുണ്ട്. ഭക്ഷണം എന്തായാലും കേടാവൂല. നിങ്ങൾ എന്തായാലും ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഇരുത്തം നാളെ മഹ്ശറയിലുള്ള നൃത്ത ഇത്ര 100 കണക്കിന് വീഡിയോ ഉണ്ട് കേട്ടോ. നേരം വെളുക്കോളം കാണിക്കാൻ പറ്റുന്ന ബിസിനസ് തട്ടിപ്പുകൾ, ആത്മീയ തട്ടിപ്പുകൾ കാണിക്കും. നോക്കി നിങ്ങൾ, ഒരു ഫ്രൂട്ടി കുപ്പി വലുപ്പമുള്ള കുപ്പിയിലെ തേന് 1,05,000 അവിടെ കൊടുത്തു വിട്ടത്. എന്തിൻ്റെ പേരിൽ? എന്താണ് ആ തേനിൻ്റെ പ്രത്യേകത? ഈ ആയുർവേദശാലയിൽ നിന്ന് മേടിക്കുന്ന തേനിനേക്കാൾ ആ തേനിനുള്ള പോരിഷ് എന്താണ്? 1,06,000 രൂപ ഒരു സാധാരണക്കാരന്റെ മനുഷ്യൻ ദീനിന്റെ പേര് പറഞ്ഞ്, ആത്മീയതയുടെ പേര് പറഞ്ഞ് വമ്പൻ സമ്പത്ത് കുമിഞ്ഞു കൂട്ടി ഉണ്ടാക്കുന്നത്. നമ്മുടെ പരിസരത്ത് ജില്ലക്കാരനായ പ്രഭാഷകൻ, ഞാൻ ആരും പേര് പറയാത്തത്, നമുക്ക് വ്യക്തിയല്ല പ്രശ്നം, ചെയ്യുന്ന പണിയാണ് പ്രശ്നം. ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന സാമ്പത്തികമായ തട്ടിപ്പുകളുടെ വ്യത്യസ്തങ്ങളായ കേന്ദ്രങ്ങളായി സ്വലാത്ത് നഗറുകൾ മാറി, മക്കാമുകൾ മാറി. തിരുവനന്തപുരത്തെ ഭീമാപള്ളിന്റെ ഖബർ ലേലം ചെയ്തു. നിലമ്പൂരത്തേക്ക് ലേലം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഖബർ ലേലം ചെയ്യലില്ല. 18 കോടിക്ക് ലേലം ചെയ്തത് നിങ്ങളുടെ പരിസരത്തുള്ള ഖബറാണ്. 18 കോടിക്ക്. ഖബർ വിൽപ്പന ചരക്കാണോ? എന്താ നിങ്ങൾ പ്രതിഷേധിക്കാത്തത്? നിങ്ങൾ നാട്ടിൽ എന്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പ്രതിഷേധിക്കുമല്ലോ. എന്താണ് നാട്ടിലെ ഇത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾ മിണ്ടാത്തത്? എന്തൊരു മെസ്സേജ് അയക്കാത്തത്? എന്താണ് ചോദ്യം ചെയ്യാത്തത്? ഈ മൗനമാണ് ഇവിടുത്തെ പുരോഹിതന്മാരുടെ വിജയം. എന്ത് പറഞ്ഞാലും ഖൂലൂ തക്ബീർ, അല്ലാഹു അക്ബർ. അതങ്ങനെ വിഴുങ്ങി അവർ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ജനങ്ങളെ കൊള്ളയടിക്കുക, ദീനിന്റെ പേര് പറഞ്ഞ്, സ്വലാത്തിന്റെ പേര് പറഞ്ഞ് പുതിയ പുതിയ ഓൺലൈൻ തട്ടിപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അറിവിൻ നിലാവ്, ഇഷ്കേ മദീന, മടവൂർ കാഫില, മദനീയം ത്വരീഖത്ത്, എന്തെല്ലാം പുതിയ പുതിയ ചാനല. ഓരോരുത്തരും അവനവന്റെ പോരിശ പറഞ്ഞിട്ട് പുതിയ സ്വലാത്ത് ഉണ്ടാക്കുക. ഇസ്ലാമിലെ സ്വലാത്ത് എന്താ പഠിപ്പിച്ചത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇന്ന് പള്ളി കയറിയപ്പോൾ സ്വലാത്ത് ചൊല്ലി, ബാങ്ക് കഴിഞ്ഞപ്പോൾ സ്വലാത്ത് ചൊല്ലി. നിത്യജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും എത്രയോ സ്വലാത്തുണ്ട്. ഏതാ സ്വലാത്ത്? നബി പഠിപ്പിച്ച ഇബ്രാഹിമി സ്വലാത്ത്.
അതിൻ്റെ ചെറിയ രൂപമാണ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. സ്വലാത്ത് ചൊല്ലാൻ മടിച്ചവർ പിശുക്കന്മാരാണ്. ഓരോ സ്വലാത്തും 10 നന്മകളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് ഇസ്ലാം പഠിപ്പിച്ചതാവണം. നമ്മുടെ വകയായി താജു സ്വലാത്ത് ഉണ്ടാക്കാൻ പാടില്ല, കെഞ്ചുൽ അർശ് ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ വകയായി പുതിയ നബിയെ സ്വപ്നം കാണാനുള്ള സ്വലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ സ്വലാത്ത് 1400 കൊല്ലം പഴക്കമുള്ള സ്വലാത്താവണം. അതിന് പെട്ടി ആവശ്യമില്ല, വാർഷികം ആവശ്യമില്ല, പണം പിരിക്കണ്ട, പാർസലാക്കാൻ ഗ്രൂപ്പ് ഉണ്ടാക്കണ്ട, അതിനു വേണ്ടി പ്രത്യേകമായ ചടങ്ങ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതും മുതലാക്കുക. സ്വലാത്ത് പെട്ടിൻ്റെ നാട്ടില് സ്വലാത്ത് വാർഷികങ്ങളുണ്ട്. ദിക്റുകളാകുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ആലോചിച്ച് നോക്കുക. ആ ദിക്റുകളുടെ പേരിൽ നടക്കുന്നത് എന്താണ്? ഇങ്ങനെ മനുഷ്യരെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളെ കൊണ്ടുപോയി നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ സാധിക്കാൻ പ്രയാസം മാറാൻ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ അള്ളാന്റെ ഖുർആൻ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട്. ഇത്തരത്തിലുള്ള പലതും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ പോസ്റ്ററുകളായി, മെസ്സേജുകളായി, വീഡിയോകളായി ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും നമ്മളെ. ഈ സദസ്സിൽ വന്നാൽ നിങ്ങളുടെ ക്യാൻസർ മാറ്റിത്തരും. മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് വിശാലമായ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഒരു മജ്ലിസ് ഉണ്ട്. അതിൻ്റെ അടുത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ആ സദസ്സിന്റെ സ്വലാത്ത് മജ്ലിസിന്റെ പ്രത്യേകത എന്താ അറിയോ? ക്യാൻസർ രോഗം മാറ്റിത്തരും ഈ സദസ്സക്ക് വന്നാൽ. അപ്പൊ ഞാൻ തിരിച്ചു വെച്ചു, ആ കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ പോണ ആംബുലൻസ് ഒക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ടാൽ മതി, എന്തിനാ അങ്ങോട്ട് പറഞ്ഞേക്കണെന്ന് അവിടെ കയറ്റിയിട്ടേ. അത് ധൈര്യമല്ല, പറച്ചില് ഭയങ്കര പറച്ചിലാ. നിങ്ങളുടെ നാട്ടിലെ കിഡ്നി ഡയാലിസിസ് ബാധിച്ചിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് നടത്തുന്ന ആൾക്ക് നമ്മളൊന്നോട് പറഞ്ഞാൽ മതി. നമ്മുടെ നാട്ടിലൊരു നേതാവ് വിളിച്ചു, മൂപ്പർക്ക് ഇനി ഡയാലിസിസ് ഒന്നും വേണ്ട, ഒക്കെ നമ്മൾ മാറ്റിക്കൊടുത്തു, ഇനി ഡയാലിസിസ് വേണ്ട ഒരു പറഞ്ഞാൽ മതി. ഇത്രേ. ഈ പറഞ്ഞ വ്യക്തിക്ക് കണ്ണിന് സുഖമില്ലാതായപ്പോൾ എൻ്റെ നാട്ടിൽ വന്ന് പെരിന്തൽമണ്ണക്ക്, എന്നിട്ട് മൂപ്പരോടെ കണ്ണിന് ഹോസ്പിറ്റലൊക്കെ വന്ന് ചികിത്സിച്ചിട്ട് പോകുമ്പോൾ ഒരു വീഡിയോ ചെയ്തു, എൻ്റെ കണ്ണിന് സുഖമില്ലാതെ ഇരിക്കുന്നു, അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ടാണ് എനിക്ക് മാറിയത്. മറ്റേയാളെ ഡയാലിസിസ് മാറ്റാൻ വയ്ക്കും, തൊള്ളോണ്ട് പറഞ്ഞാൽ പോരെ, മരിക്കുകയാണെങ്കിൽ സത്താറല്ലേ മരിക്കുക. ഇവിടെ മൂപ്പർക്ക് കണ്ണിന് ചെറിയൊരു സൂക്കട് വന്നപ്പോൾ അതിന് പെരിന്തൽമണ്ണ ഓടിക്കുക. ഇത് തിരിച്ചറിയാത്ത ഒരു കൗമ നമ്മുടെ നാട്ടിലുണ്ട്. സഹോദരിമാരെ, സ്ത്രീകളെയാണ് ഇത്തരം കേസുകളിൽ ധാരാളം പിടിക്കപ്പെട്ടത്. ത്വരീക്കത്തുകളൊക്കെ എന്തൊക്കെയാ ഏറ്റവും ഒടുവിൽ നോക്കി നിങ്ങൾ. ദിവ്യഗർഭം എന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് ഇവർ പറഞ്ഞ് പറ്റിച്ചൊരു പെണ്ണിനെ പീഡിപ്പിച്ച ചരിത്രം ദിവ്യഗർഭം ഉണ്ടാക്കിയത് അത്രേ. ഇവിടെ എന്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാന്റെ ഖുർആൻ നമ്മളോട്, വിശ്വാസികളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറും മിനൽ അഹ്ബാരി വൽറുഹ്ബാനി ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയകുലൂന മിൻ അംവാലിൻ നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹ്. തീർച്ചയായും സത്യവിശ്വാസികൾ മനസ്സിലാക്കിക്കോ, ധാരാളം പണ്ഡിത പുരോഹിതന്മാർ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആയത്ത് പരിശോധിച്ചോ, സൂറത്ത് തൗബയിലെ 34-35 ആയത്ത്. സത്യവിശ്വാസികളെ, പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളം പേരുണ്ട്. അവരുടെ പണി എന്താണ്? ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുക. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തുനിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുക. ജനങ്ങളുടെ സമ്പത്ത്, അവരുടെ ആശയെയും കീശയെയും ചൂഷണം ചെയ്യുക. എന്നിട്ട് ദീന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ദീനെന്ന് തെറ്റായ മെസ്സേജുകൾ ഉണ്ടാക്കി കൊടുക്കുക. ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. എന്നിട്ട് അവസാനം അല്ലാഹു പറയാണ്, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനിക്കുന്ന കഠിനമായ. സഹോദരങ്ങളെ, ഇത്രയും സമയം സഹോദരൻ നിങ്ങൾ ഈ സംസാരം ശ്രദ്ധിച്ചു കേട്ടു. ഇവിടെ പറഞ്ഞത് ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളെയോ ഏതെങ്കിലും നേതാക്കന്മാരോ ഒന്നുമല്ല. നമ്മുടെ വിഷയം മതപരമായ നമ്മുടെ പരലോകത്തിൻ്റെ വിജയത്തെക്കുറിച്ചാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ യാതൊരു മടിയും കൂടാതെ ഒരാളും പേടില്ലാതെ തുറന്ന് പറയാനുള്ളതാണ് ഇത്തരം സദസ്സുകളും വേദിയും. ആളുകളെ ചൂഷണം ചെയ്യാനും പറ്റിക്കാനും വഞ്ചിക്കാനും ഏതെങ്കിലും രാഷ്ട്രീയ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും ഈ വേദി നമ്മളാരും ഉപയോഗപ്പെടുത്താറില്ല. അള്ളാന്റെ ഖുർആൻ പറയാണ്, പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളം ആളുകളുണ്ട്, അവർ ജനങ്ങളുടെ സമ്പത്ത് തിന്നെടുക്കും, അവർ ജനങ്ങളെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കും. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം.
അത്തരം ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് ഈ ദീന നാടുകളിൽ എത്തിച്ചു കൊടുക്കണം. എത്ര ലഘുലേഖകൾ നമ്മൾ ഇറക്കി, എത്ര സന്ദേശ പ്രചരണങ്ങൾ നടത്തി, എത്ര മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിക്കാൻ അങ്ങ് പല പ്രദേശങ്ങളിലായി മൂലകളിലേക്ക് ഇതിൻ്റെ ശബ്ദം നമ്മൾ വ്യാപിപ്പിച്ചത്. ഈ ദീൻ അള്ളാഹിൻ്റെ മതം ആളുകളൊന്ന് 10 മിനിറ്റെങ്കിലും കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും ഈ സദസ്സിനോട് സഹകരിക്കണം. ഇതിൻ്റെ മുഴുവൻ ചിലവുകളും നമ്മളെല്ലാവരും ഏറ്റെടുത്ത് നമ്മുടെ ഒരു ചെറിയ സഹായം സ്വതക്കയായി മനസ്സറിഞ്ഞ് ഇഖ്ലാസോടെ ഈ ഒരു ദീനിൻ്റെ ആവശ്യത്തിന് വേണ്ടി, നമുക്കാർക്കും പണത്തിന് വേണ്ടിയല്ല, നമ്മുടെ ആരുടെയെങ്കിലും ലാഭത്തിന് വേണ്ടിയല്ല, ഈ ഒരു സംവിധാനത്തിൻ്റെ ചിലവുകൾ തീർന്നു പോകാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ കൈകളിലേക്ക് സ്വതക്കക്കുള്ള ഒരു അവസരം തരുന്നത്. ബിസ്മി ചൊല്ലി പ്രാർത്ഥനയോടെ നമ്മളെല്ലാം അതിലൊന്ന് സഹകരിച്ചു കൊടുക്കുക. അള്ളാഹു നമുക്ക് ഖൈറും ബറകാത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ പടച്ചറബ് മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം നാളെ പരലോകത്ത് അള്ളാഹിൻ്റെ കോടതിയിൽ രക്ഷപ്പെടലാണ്. അവിടെ രക്ഷപ്പെടാൻ എന്താ മാർഗം? യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ. നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെട്ട് മുഖം കുത്തി വീഴുന്ന മനുഷ്യരുണ്ട്. യഖൂലൂന, അന്ന് അവിടെ വെച്ച് അവർ പറയും, യാ ലൈതനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ, അത്അനല്ലാഹ വ അത്അനർ റസൂല, ഞങ്ങൾ അല്ലാഹനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞങ്ങളത് നോക്കിയില്ല. വാപ്പക്കാരണവന്മാരുടെ മാർഗം നോക്കി ഞങ്ങൾ നടന്നു. സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി വാപ്പക്കാരണവന്മാരുടെ മാർഗം നോക്കിയിരുന്നെങ്കിൽ ആസറിന്റെ വിഗ്രഹാരാധന ചെയ്യേണ്ടി വരുമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് നബിതങ്ങളടക്കമുള്ളവർ അവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ മാർഗമായിരുന്നെങ്കിൽ ലാത്ത ഉസ്സ മനാത്തയെ അവർ ആരാധിക്കേണ്ടി വരുമായിരുന്നു. അതിൽ നിന്ന് വ്യത്യാസമായി അള്ള പഠിപ്പിച്ച ഹുദ പിൻപറ്റാനാ പഠിപ്പിച്ചിരിക്കുന്നത്. പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ നരകത്തിലെത്തിയിട്ട് വിലപിക്കാണ്, എന്താ ചെയ്യാം, അള്ളാനെയും റസൂലിനെയും ദുനിയാവിൽ പഠിച്ച് അനുസരിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു. വഖാലു, എന്നിട്ട് അവർ പറയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ അത്അനാ സാദതനാ, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ നേതാക്കന്മാരെ അനുസരിച്ചു പോയി. വകുബറാന, ഞങ്ങളുടെ നാട്ടിലെ മുതിർന്ന പൗരപ്രമുഖന്മാർ പറയുന്നതാണ് ദീനെന്ന് വിചാരിച്ച് അനുസരിച്ചു പോയി. ഫഅദല്ലൂന സബീല, അവർ ഞങ്ങളെ വഴികേടിലാക്കി. പടച്ചോനെ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്കറിവില്ലായിരുന്നു. അവരൊക്കെ സയ്യിദന്മാരാണ്, കുബറാക്കന്മാരാണ്, നേതാക്കന്മാരാണ്. അവർ പറയുന്നതാണ് ദീന് ശരിയെന്ന് വിചാരിച്ച് ഞങ്ങളതനുസരിച്ചു പോയി, ഞങ്ങളതിൽ വീണുപോയി. റബ്ബനാ ആതിഹിം ദുഅഫൈനി മിനൽ അദാബ്, റബ്ബേ, ഈ ആളുകൾക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ. വൽഅൻഹും ലഅനൻ കബീറാ, അവരെ വലിയ ശാപത്തിന് ഇരയാക്കണേ. സൂറത്തുൽ അഹ്സാബിന്റെ 65 മുതൽ 68 വരെയുള്ള ആയത്തിൽ പരലോകത്ത് ഇത് ചെന്ന് പറയാതിരിക്കാൻ, ഈ വിലാപം നമുക്ക് പറയാതിരിക്കാൻ ചില മനുഷ്യർ പറയും, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ദുനിയാവിൽ ഒരുപാട് ഉപദേശങ്ങളും ഖുത്ബകളും ക്ലാസുകളും ഓഡിയോകളും വീഡിയോകളും ഒക്കെ വന്നിരുന്നു, ഞങ്ങളത് കേട്ടിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ ഈ നരകത്തിന്റെ വിറകായി മാറൂലായിരുന്നു. കേൾക്കരുത്, മിണ്ടരുത്, ചിരിക്കരുത് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഈ ദീന് കേൾക്കാതെ പോയാലുണ്ടാകുന്ന അപകടമാണ് പഠിപ്പിക്കുന്നത്. ചില മനുഷ്യർ നരകത്തിൻ്റെ മുമ്പിൽ വന്ന് പറയുന്നുണ്ട്, റബ്ബേ, എൻ്റെ ചങ്ങാതിയാണ്, എൻ്റെ കൂട്ടുകാരനാണ് എന്നെ നശിപ്പിച്ചത്, അവൻ പറയുന്നത് പോലെ അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ നിന്നു കൊടുത്തതാണ്. യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന ചങ്ങാതിയെ ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ഹലക അന്നീ സുൽത്താനിയ, അധികാരം നഷ്ടപ്പെട്ട്, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ട്, മക്കളില്ല, ബാപ്പയില്ല, നേതാക്കന്മാരില്ലാതെ ഓരോരുത്തരും വകുല്ലുഹും മാതീ യൗമൽ ഖിയാമത്തി ഫർദാ, ഒറ്റക്കൊറ്റക്ക് പരലോകത്ത് വരും, ആരും നമ്മുടെ കൂടെ വരാനുണ്ടാകൂല. അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, നോമ്പും ഖുർആനും പരലോകത്ത് ശുപാർശകരായി നമുക്ക് വേകണമെങ്കിൽ ഖുർആനെ നമ്മൾ പഠിക്കുന്നവരായി മാറണം. പ്രവാചകന്റെ അധ്യാപനങ്ങൾ ചെയ്യുന്നവർ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ്, സുന്നത്ത് പാലിക്കുന്നത് കുറച്ചു പേരേ ഉള്ളൂ എങ്കിലും നീ അത് വിട്ടുകളയണ്ട. ഖില്ലത്തിസ്സാലിക്കീൻ, കുറച്ചാളുകളെ ഉണ്ടാകുള്ളൂ എന്ന്
എന്നാലും നീ അത് ചെയ്യണം. ഇസ്ലാമിനെതിരായി സുന്നത്തിനെതിരായി വേണ്ടാത്ത കാര്യങ്ങൾ ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട്. വലാ തഗ്തറ ബികസറത്തിൽ ഹാലിക്കീൻ, ഭൂരിപക്ഷം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നീ അതിൽ വഞ്ചിതനായി പോകരുത്. പിന്നെന്താ, നമ്മൾ ദീനിലുണ്ടോ, ഇസ്ലാമിൽ ഇതുണ്ടോ, ഇത് ചെയ്താൽ എനിക്ക് കൂലി കിട്ടുമോ, അള്ളാഹിൻ്റെ ദീന് പഠിപ്പിച്ചതാണോ? മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ ക്രോഡീകരിച്ച കിതാബുകളുടെ അടിസ്ഥാനത്തിൽ ശരിയാവണ്ണം പഠിച്ചു മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചു കൊണ്ടുള്ള ജീവിതത്തെ ക്രമീകരിച്ചവർക്കേ സ്വർഗം നേടാൻ കഴിയുകയുള്ളൂ. സ്വർഗം ഒരാൾക്കും വെറുതെ കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ട. സ്വർഗം ലഭിക്കാൻ മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ സ്വർഗത്തിൽ പ്രവേശിക്കാം. അല്ലാഹു അത്തരത്തിൽ സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ അവകാശികളിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. മർമ്മ കാതലായി നിൽക്കുന്നത് വിശ്വാസ വിശുദ്ധിയാണ്, ആത്മീയ ചൂഷണങ്ങളെ തിരിച്ചറിയലാണ്. വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്കും മടങ്ങുന്നതാണ് നിർഭയത്വത്തിൻ്റെ യഥാർത്ഥ വഴി. ആരാരുമില്ലാത്ത പരലോകത്തെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ നമ്മൾ തന്നെ സ്വയം പഠിക്കാൻ, പഠിതാവാൻ, സംശയങ്ങൾ ദൂരീകരിക്കാൻ, ദീനിൻ്റെ ആളുകളാവാൻ ശ്രമിക്കണം. പരിശുദ്ധ ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടെ നൽകിയ, പ്രാധാന്യത്തോടെ പഠിപ്പിച്ച വിഷയങ്ങളെപ്പോലും സമൂഹത്തിൽ ഇന്ന് വല്ലാതെ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന ബോധ്യത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്ത ഒരാൾക്കും സ്വർഗം നേടാൻ കഴിയൂല. മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ ആരാണോ അനുസരിക്കുന്നത് അവൻ സ്വർഗത്തിലാണ്. വമൻ അസാനി ഫഖദ് അബാ, എന്നെ ആരാണോ വിസമ്മതിക്കുന്നത്, എന്നെ ആരാണോ ധിക്കരിക്കുന്നത് അവൻ വിസമ്മതിച്ചവരാണ്, നരകത്തിലാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗം നേടാനുള്ള പ്രധാനപ്പെട്ട ബാധ്യതയായി പഠിപ്പിക്കുന്നത് നബിതങ്ങളെ അനുസരിക്കുക എന്നതും സ്നേഹിക്കുക എന്നതുമാണ്. പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ ഹൗദുൽ കൗസർ എന്ന പാനീയം കുടിക്കാൻ കൊടുക്കാതെ തള്ളി മാറ്റുന്ന ഒരു വിഭാഗമുണ്ട്. ദീനിലില്ലാത്തത് പുതുതായി കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നത് ആരോത് ദിക്റായാലും സ്വലാത്തായാലും പ്രാർത്ഥനയായാലും നിസ്കാരമായാലും നോമ്പായാലും നബി പഠിപ്പിക്കാത്ത സ്വഹാബത്തിന്റെ മാതൃകയില്ലാത്തത് ചെയ്യുന്ന ആളുകളൊക്കെ നാശത്തിലാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ അവിടുത്തെ കർമ്മങ്ങൾ അതുപോലെ അനുസരിക്കുക, നബിതങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനകളും ആദബുകളും ജീവിതത്തിൽ കൊണ്ടുവരിക. നമ്മുടെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കച്ചവടത്തിൽ, എല്ലാ മേഖലകളിലും ആ നേതാവിൻ്റെ വാക്കിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ബാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളേക്കാൾ, സമ്പത്തിനേക്കാൾ, കച്ചവടത്തേക്കാൾ, വീടിനേക്കാൾ, ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനേക്കാൾ അഹബ്ബു ഇലല്ലാഹി വറസൂൽ, അള്ളാഹിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ടവരായി നമ്മൾ മാറേണ്ടതുണ്ട്. പക്ഷേ പ്രവാചകന്റെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രവാചക ജന്മദിനം ആഘോഷമാണോ പരിഹാരം? അല്ല. പ്രവാചക ജന്മദിനത്താഘോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മീലാദ് റാലിയാണോ പരിഹാരം? അത് നബി നിർദ്ദേശിച്ചതല്ല, അത് സഹാബത്ത് സ്നേഹിച്ച രൂപമല്ല, അത് മലിക്കുൽ മുളഫർ എന്ന രാജാവിന്റെ സൃഷ്ടിയായി വന്നതാണ്. ഫാത്തിമിയാക്കളും റാഫിദിയാക്കളും അടങ്ങുന്ന ഷിയാക്കൾ കൊണ്ടുവന്ന ആചാരമാണ്. സ്വഹാബത്തിന് പരിചയമില്ല, മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കത് പരിചയമില്ല. അതേപോലെ നബിതങ്ങളെ സ്നേഹിക്കുക എന്ന പേര് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യന്റെ മനസ്സിലെ വികാരമായ പ്രവാചക സ്നേഹം ചൂഷണം ചെയ്യപ്പെടുകയാണ്. ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന ജാലിയൻവാല എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരുപാട് ശേഖരങ്ങൾക്കിടയിൽ നിന്ന് ഒരു മുടിക്കെട്ട് കൊണ്ടുവന്നിട്ട് കേരളത്തിലെ ഒരു മനുഷ്യൻ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ കയ്യിൽ നബിയുടെ മുടിയുണ്ട്, തിരുമുടിയുണ്ട്, അതിനെ ഞാനിതാ ഒരു കുപ്പിയിലാക്കി വെള്ളത്തിലാക്കി നിങ്ങൾക്ക് തരാം, നിങ്ങളത് 25,000 രൂപക്ക് തന്നാൽ മതി. നബിന്റെ മുടിയുടെ പേര് പറഞ്ഞ് കച്ചവടമാണ്. മറുഭാഗത്ത് വേറെ ഒരാൾ വന്ന് പറയുന്നുണ്ട്, അതൊന്നും സനദുള്ള മുടിയല്ല, അതൊക്കെ ഡ്യൂപ്ലിക്കറ്റാണ്, എൻ്റെ കയ്യിലാണ് യഥാർത്ഥ മുടിയുടെ ഒട്ടിയിട്ട വെള്ളമുള്ളത്, അതിന് നിങ്ങൾ 10,000 രൂപ തന്നാൽ മതി. സാധുക്കളായ മനുഷ്യരുടെ മനസ്സിന്റെ വികാരമായ ഹുബ്ബുൻ നബി, ആ ഇഷ്ക് എന്ന് പറയുന്ന നബിതങ്ങളോടുള്ള അങ്ങേയറ്റത്തെ പ്രേമവും സ്നേഹവും ഉണ്ടല്ലോ, അത് ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്ന ഉമ്മത്തിന്റെ അവസ്ഥയുണ്ട് നമ്മുടെ മുമ്പിൽ. സഹോദരങ്ങളെ, ദീൻ എന്ന ആ പ്രവാചക സ്നേഹം ഇത്തിബാഇൽ
ദുആയിലൂടെ പ്രവാചകനെ പിൻപറ്റുന്നതിലൂടെയാണ്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നവരായ പ്രഭാഷകന്മാർ ദീന് പറഞ്ഞു കൊടുക്കേണ്ട യഥാർത്ഥ പ്രവാചക സ്നേഹികൾ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ പോലും ഇത്തരം ചൂഷണങ്ങൾക്ക് സന്നദ്ധരാവുകയാണ്. അവരുടെ വേദികളും അവരുടെ ചാൻസുകളും അത്തരത്തിലെല്ലാം നിലക്കും അവർ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ അറിയപ്പെടുന്ന പല പ്രഭാഷകന്മാരും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്ലിപ്പ് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അറിയോ മോനെ, ശുഹദാക്കളുടെ നേതാവിനെ അറിയോ? പ്രശ്നമൊന്നുമില്ല, അറിഞ്ഞൂടെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. അറിയാന്നുള്ള മക്കളുണ്ടെങ്കിൽ കൈപൊക്കി. സയ്യിദ് ശുഹദ ആരാണെന്നറിയോ? സയ്യിദ് ശുഹദ അറിയാന്നുള്ള കുഞ്ഞു മക്കളുണ്ടോ? മുതിർന്ന മക്കളുണ്ടോ ചോദിക്കേണ്ട, അതാണ് മോശമായി പോണെങ്കിലോ. ചെറിയ മക്കളാകുമ്പോ അറിയോ? തൊപ്പിക്ക അറിയോ? വാ കയറി വാ. മാണിക്യ മുത്തേ കനക കട്ടി കയറി വാ. എങ്ങനെ കയറും പടച്ചവനെ, പറന്നു കയറോ? കണ്ടോ? പറഞ്ഞണ്ടാ അതാണ് മുത്തുമണികൾ. ഹംസ റളിയല്ലാഹു അൻഹു. ആരാണ് ഹംസ റളിയല്ലാഹു അൻഹു? ഈ അത്തറിനൊരു പ്രത്യേകതയുണ്ട്. സംഭവം തീർന്നുപോയി. എന്നാലും എൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഷേറെ മുബാറക് ഇട്ട് വെച്ചിരുന്ന കുപ്പിയിൽ അത്രാണ്. കഴിഞ്ഞുപോയി. എന്നാലും എൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഷേറെ മുബാറക് ഇട്ട് വെച്ചിരുന്ന കുപ്പിയിൽ അത്രാണ്. കഴിഞ്ഞുപോയി. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന മജ്ലിസുകളിൽ, ജനങ്ങൾ ഒഴുകിയെത്തുന്ന വിജ്ഞാന സദസ്സുകളിൽ സാധാരണക്കാരായ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഞാനിപ്പോൾ ഈ തേച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ അത്തർ നബിന്റെ മുടിയിട്ട കുപ്പിയുടെ അത്തറാണ്. ഒന്നാലോചിച്ച് നോക്കി, ഇമാം ഷാഫിഈ തങ്ങൾ, ഇമാം ബുഖാരി തങ്ങൾ അടക്കമുള്ളവർക്ക് കിട്ടാത്ത അത്തർ എങ്ങനെയാണ് നമ്മുടെ ജില്ലയിൽ വന്നത്? ലോകത്ത് മുൻപ് കഴിഞ്ഞു പോയ മഹാപണ്ഡിതന്മാർക്ക് കിട്ടാത്ത മുടിവെള്ളം എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്? ബോംബെയിലെ ജാലിയൻ വാല എന്ന കൃത്രിമക്കാരനായ മോശക്കാരനായ ഒരു മനുഷ്യൻ്റെയൊക്കെ നിന്ന് കിട്ടിയ ഒരു മുടി, നീളം മുടി. അതിൻ്റെ കോലം കണ്ടോക്ക്. നബിനെ അപമാനിക്കുന്ന, പ്രവാചകനെ അപമാനിക്കുന്ന മനുഷ്യരാലോചിച്ചോളൂ. അബൂലഹബിന്റെ അവസ്ഥ എന്തായിരുന്നു? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. ജീവിക്കാൻ, ഒരു പണമുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴിയാണ് ആത്മീയമായ കച്ചവടങ്ങൾ ഉണ്ടാക്കുക, മതപരമായ വാണിഭത്തിന് പ്രാധാന്യം കൊടുക്കുക, പണം മുടക്കാതെ പണമുണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ ഈ മതം പഠിപ്പിച്ച ആശയങ്ങളെ, ആദർശങ്ങളെ സ്വീകരിക്കുന്നതിന് പകരം നബി വിലക്കിയതും പഠിപ്പിക്കാത്തതുമാണ് ഇഷ്ടത്തോടെ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ തിങ്കളും ചൊവ്വയും നോമ്പുണ്ട്, 13, 14, 15 നോമ്പുണ്ട്. അതിനൊന്നും വലിയ പ്രാധാന്യം ജനങ്ങളോട് പറയൂല. എന്നാൽ ബറാഅത്ത് നോമ്പ് എന്ന നബി പഠിപ്പിക്കാത്ത നോമ്പ് വന്നാൽ അത് കേമമായി ആഘോഷിക്കും. മിഅ്റാജ് നോമ്പ് നബി പഠിപ്പിക്കാത്തതാണ്, അത് ഭയങ്കര ഗംഭീരമായി ആഘോഷിക്കും. നബി പഠിപ്പിക്കാത്ത പലതും ഇന്ന് സമൂഹത്തിൽ മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ്, മോശപ്പെട്ട ദിനങ്ങളാണ്, കല്യാണം പാടില്ല, തക്കാരം പാടില്ല എന്നൊക്കെ പറഞ്ഞ് നഹ്സ് വാദിക്കുന്ന ആളുകളുണ്ട്. ഇബ്നു തൈമിയ, ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, ലാ അലൽ മുസ്ലിമീനൽ മുതവക്കിലീൻ, അല്ലാഹനെ തവക്കുലാക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസമില്ല. എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളാണ്, എന്നാൽ ചില ദിവസങ്ങൾ മോശമാണ്, ചില ദിവസങ്ങൾ, ചില ഡേറ്റുകൾ മോശമാണ്. കലണ്ടറുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ് മുഹറം ആ മാസത്തിൽ നഹ്സ് പോലെ ദുൽഹിജ്ജയിലെ 11 നഹ്സാക്കി എഴുതി വെച്ചിരിക്കുന്നു. റമദാനിലെ അവസാനത്തെ വ്യാഴാഴ്ച നഹ്സാക്കി എഴുതി വെച്ചിരിക്കുന്നു. എല്ലാ മാസത്തിലെയും 23-ാമത്തെ തീയതി നഹ്സാക്കി എഴുതി വെച്ചിരിക്കുന്നു കലണ്ടറിനകത്ത്. ഇവിടെയാണ് നബി തങ്ങളെ സ്നേഹിക്കുന്നത്. പ്രവാചകനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കേണ്ടത് നബി പഠിപ്പിച്ചതുപോലെ ചെയ്യലാണ്. ഏത് കാര്യമെടുത്താലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രവാചകൻ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അദബെന്താണ്? ആ മയ്യത്തിനെ ചെയ്യേണ്ടെന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വൃത്തിയാക്കുക എന്നതാണ്. കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മയ്യത്തിനെ നമസ്കരിക്കുക, മയ്യത്തിനെ മറവ് ചെയ്യുക, ഇത് സുന്നത്തായ. അതിലൊക്കെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. എന്നാൽ ആ മയ്യത്തിന്റെ ബന്ധുക്കളോട് 3 ദിവസം അവർ ദുഃഖിതരായി പ്രയാസപ്പെട്ടിരിക്കാം. ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്നഉ ലിആലി ജഅഫർ അത്ആം, ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ.
ഇന്ന് നമ്മുടെ നാട്ടിലെന്താ, മരിച്ച മയ്യത്തിനെ കൊണ്ടുപോയി കബറടക്കി തിരിച്ചു വന്ന് വൈകുന്നേരത്ത് യതീമായ 2-3 കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്, വിധവയായ പെണ്ണ് ഇരിക്കുന്നുണ്ട്, ബന്ധുക്കളും നാട്ടുകാരെല്ലാം വന്ന് വൈകുന്നേരത്ത് നല്ല നെയ്ച്ചോറും മട്ടൻ ബിരിയാണും ബീഫും ഒക്കെ അടിച്ചു കയറ്റിയിട്ട് പോകുകയാണ്. എന്തിനാണ്? മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 3-ന്റെ അന്ന് കൂറ്റൻ പോത്തിനെ അറുത്ത് വലിയ കല്യാണ പന്തല് പോലെ ആഘോഷം പോലെ കൊണ്ടുവന്ന് എന്തൊക്കെയോ പാട്ട് പാടുന്നു, എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇതൊക്കെ മയ്യത്തിന് കൂലി കിട്ടാനും വേണ്ടിയിട്ട് നല്ലൊരു ചോറും വിളമ്പിയിട്ട് ആഘോഷമാണ്. അവിടെ മയ്യത്തിന്റെ ശരീരത്തിൽ ചിതലരിക്കുകയാണ്. മയ്യത്തിന്റെ പച്ചയായ മാംസത്തിൽ ഉറുമ്പരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ മണ്ണിലേക്ക് കൊണ്ടുപോയ മയ്യത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം, ഖബർ സിയാറത്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ നേർച്ചകൾ ഉണ്ടെങ്കിൽ പൂർത്തിയാക്കണം, അദ്ദേഹത്തിന്റെ കടങ്ങൾ പെട്ടെന്ന് വീട്ടണം, നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ ആ നോമ്പ് വേഗത്തിൽ നോറ്റ് വീട്ടണം. ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. അതൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. 3-ന്റെ അന്നൊരു തീറ്റ, 7-ന് തീറ്റ, 11-നൊരു തീറ്റ, കൊല്ലം തികയുമ്പോൾ ഒരു ഭക്ഷണ തീറ്റ. ആകെ മയ്യത്ത് ഒരാൾ മരിച്ചാലും തിന്നല് മാത്രമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ ഇസ്ലാം പഠിപ്പിച്ചു. ദിക്ർ ചൊല്ലാൻ അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറ, ധാരാളമായി ദിക്ർ ചൊല്ലാൻ നമ്മളോട് പറഞ്ഞു. എണ്ണം പറഞ്ഞതുണ്ട്, എണ്ണം പറയാത്തതുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച, നബി പഠിപ്പിച്ച ദിക്റാണോ നമുക്കത് ചൊല്ലാം, നബി പഠിപ്പിക്കാത്തതാണോ നമുക്ക് ദിക്റായി അത് കൂട്ടാൻ പറ്റൂല. നമ്മുടെ വകയായി സ്വന്തമായി ഒരു ദിക്ർ ഉണ്ടാക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ നമ്മൾ ചൊല്ലുന്നു, ദീനിൽ അതുള്ളതാണ്. എന്നാൽ ലാ കണ്ണ ഇല്ലല്ലാ, ലാ നാക ഇല്ലല്ലാ, ലാ മൂക ഇല്ലല്ലാ, നമ്മളത് ചൊല്ലൂല. അപ്പൊ ആളുകൾ പറയും നിങ്ങൾ ദിക്റില്ലാത്തവരാണ്, സ്വലാത്തിന്റെ തട്ടിപ്പുകൾക്കെതിരെ പറയും, അപ്പൊ നിങ്ങൾക്ക് സ്വലാത്ത് ഇല്ലാത്തതാണ്. ഖബർ സിയാറത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളെ എതിർക്കും, അപ്പൊ ഖബർ സിയാറത്ത് ഇല്ലാത്തവരാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഒരു ഹക്ക് നിങ്ങൾ തിരിച്ചറിഞ്ഞോ. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, അല്ലാഹനെ ഓർക്കാതെ നമ്മുടെ നാവുകൾ അല്ലാഹനെ ഓർത്തുകൊണ്ടേയിരിക്കണം, അങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കണം. നബി തങ്ങൾ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ദിക്റുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ നബി തങ്ങൾ പഠിപ്പിക്കാത്ത ഹാഹീഹു ദിക്റില്ല. ചാടിയ ദിക്റ്, ആടിയ ദിക്റ്, എന്തൊക്കെ ഡാൻസ് മോഡൽ ദിക്റുകൾ, ഇങ്ങനെ കുറേ മജ്ലിസുകളും ത്വരീഖത്തുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും അത് ചൊല്ലൂല. അത് ചൊല്ലുന്നതിന് നമ്മൾ എതിർക്കുന്നു. അത് ദിക്റല്ല. ദിക്ർ ഹൽക്കകളുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദിക്റിൻ്റെതായ പിരിവുകൾ, ദിക്റിൻ്റെതായ പെട്ടികൾ വരെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതൊക്കെയും ഈ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. ആദ്യത്തെ സ്വഹാബിയായ, ആദ്യത്തെ ഇസ്ലാം സ്വീകരിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടുണ്ട്. ഈ ദിക്ർ അലി റളിയല്ലാഹു അൻഹു അറിയോ? ഈ ദിക്ർ മഹദികളായ പ്രിയപ്പെട്ട ഫാത്തിമ ബീബി, ഖദീജ ബീബി റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരൊക്കെ അറിയോ? ഏറ്റവും അഫ്ളലായ തലമുറക്ക് പരിചയമില്ലാത്ത പിൽക്കാലത്ത് ദിക്റുകളുടെ പേര് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുത്തറാത്തീബ് നടത്തുന്നവൻ ദിക്ർ ചൊല്ലിയിട്ടാണ് റിഫായി ശങ്ങൾ തങ്ങളുടെ പേര് പറഞ്ഞ് ദിക്ർ ചൊല്ലുക. ത്വരീഖത്തുകൾ വ്യത്യസ്തങ്ങളായ ദിക്റുകളാണ് നാട്ടിൽ പാടിപ്പിക്കുന്നത്, ചൊല്ലിപ്പിക്കുന്നത്. ഇപ്പോൾ ട്രെയിനിൽ കടന്നു വരുമ്പോൾ, ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ, ഒരു സഹോദരി പ്രായമായ ഒരു ഉമ്മ ഒരു പുസ്തകം തുറന്നു വെച്ചിട്ട് എന്തൊക്കെയോ എഴുതി ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ദിക്റാണ് ചൊല്ലുന്നത്. ഞാൻ ആ കിതാബ് ഒന്ന് ഫോട്ടോ എടുത്ത് വായിച്ചു നോക്കി. ഒരു ഹദീസിലും ഇല്ലാത്ത, ദീനിൽ എവിടെയും കാണാത്ത, എന്നാൽ ആ സഹോദരി തൻ്റെ യാത്രയിലുടനീളം ആ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, പുണ്യം കിട്ടുമെന്ന പ്രതീക്ഷയിൽ. ദീനിലില്ലാത്തത് ചൊല്ലിപ്പിക്കുന്നു, പാടിപ്പിക്കുന്നു. 1000 തവണ, 100 തവണ എന്തെല്ലാം ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചൊല്ലാൻ പഠിപ്പിച്ച മറ്റൊരു ദിക്റെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. റിസാലത്തുൽ ഖുശൈരിയ പോലെയുള്ള കിതാബുകളിൽ കാണാം, ഒരു ശൈഖിന് സമീപത്തേക്ക് ഒരാൾ മുരീദാകാൻ വേണ്ടി ദിക്ർ ചോദിച്ച് കടന്നു വന്നൊരു സംഭവം പറയുന്നുണ്ട്. ആ ശൈഖിന്റെ അടുത്തേക്ക് ചെന്നു, എനിക്ക് നിങ്ങളെ എൻ്റെ നിങ്ങളെ ത്വരീഖത്തിലേക്ക് എന്നെ ഒന്ന് കയറ്റണം, എനിക്ക് ദിക്ർ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശൈഖിനെ സമീപത്തേക്ക് ചെല്ലുന്നു. സമീപത്തെത്തിയപ്പോ ശൈഖ് പറഞ്ഞു, ഓക്കെ, നമ്മുടെ സരണിയിലേക്ക് നിങ്ങളെ ചേർക്കാൻ തയ്യാറാണ്, പക്ഷേ അതിനൊരു കടമ്പയുണ്ട്. എന്താണ് ആ കടമ്പ? മോനെ, നീ പോവണം, പോയിട്ട് ഒരു വർഷം മുഴുവൻ നീ ഒരു ദിക്ർ പതിവാക്കേണ്ടതുണ്ട്. ഏതാണ് ആ ദിക്ർ എന്നറിയോ? അനജാമോസ്.
പച്ച മലയാളത്തിൽ പറയുമ്പോ ഞാനൊരു പോത്താണ്, ഞാനൊരു പോത്താണ്. മോനെ, നിന്റെ ഭക്ഷണ സമയം കഴിച്ച് നിർബന്ധമായ ആരാധനകളുടെ സമയം കഴിച്ചാൽ നീ ചൊല്ലേണ്ട ദിക്റ് അനജാമോസുൻ അനജാമോസുൻ, ഞാനൊരു പോത്താണ്, ഞാനൊരു പോത്താണെന്ന ദിക്റാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെല്ലാൻ പറഞ്ഞു. ചുരുക്കി പറയാ, ഒരു കൊല്ലം കഴിഞ്ഞു. ഇയാള് വീണ്ടും ദർബാറിലേക്ക് വന്നു. വാതിലിനപ്പുറം നിൽക്കുന്നു. ശൈഖ് പറഞ്ഞു, യാ അല്ലാഹ് തആൽ, കടന്നു വരൂ മോനെ എന്ന് വിളിച്ചപ്പോൾ ഈ ദിക്റ് ചോദിച്ചു വന്ന വ്യക്തി വളരെ സിമ്പിളായി കടന്ന് കയറി വരുന്നു. ശൈഖ് പറഞ്ഞു, ആയിട്ടില്ല, ട്രീറ്റ്മെന്റ് റെഡി ആയിട്ടില്ല, ലയനം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് മോനെ, നീ തിരിച്ചു പോകണം. 2 വർഷം കൂടി പോയിട്ട് അനജാമോസ് അനജാമോസ് ഈ ദിക്ർ അങ്ങനെ തുടരട്ടെ. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്തിനാ അപ്പൊ ഇങ്ങനെ ഒരു ദിക്ർ? അത് മഹാന്മാരെന്ത് പറഞ്ഞോ അതാണ് അവന്റെ ദിക്ർ, പോട്ടെ. 2 വർഷം കൂടി തിരിച്ചു ചെന്നു. 2 വർഷം കൂടി പറഞ്ഞു അനജാമോസ് അനജാമോസ്. സഹോദരങ്ങളെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയല്ല, സുബ്ഹാനല്ലാഹ്, ഞാനൊരു പോത്താണ് എന്ന് 2.5 കൊല്ലം ചൊല്ലിപ്പിക്കാനായി. 2.5 കൊല്ലം ഞാനൊരു പോത്താണ്, അനജാമോസ് അനജാമോസ് എന്ന് ചൊല്ലിപ്പിക്കുക. എന്നിട്ടത് അത് ചൊല്ലിയാലാണ് ത്വരീഖത്തിൽ മെമ്പർഷിപ്പ് കിട്ടുക. അത് ചൊല്ലാത്തോന് ദിക്റില്ലാത്തോന്, അത് ചൊല്ലാത്തോന് നബിനോട് സ്നേഹമില്ലാത്തോന്, ഇമ്മാതിരി വഷളൻ അറുബോറൻ പരിപാടികൾ ഈ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് വിഷം കുത്തി കൊടുക്കുന്നത് ബിരുദധാരികളാണ്. ബിരുദധാരികളാണ്, പേരും പെരുമയും പ്രശസ്തിയുമുള്ളവരാണ്. ഇവിടെയാണ് മനുഷ്യരെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരോടും പറയാനുള്ളത്, ഞാൻ സൂചനകളാ പറഞ്ഞത്. പഠിക്കണം അല്ലാഹുവിൻ്റെ കലാം. നമ്മളെ കൃത്യമായിട്ട് നമ്മുടെ ഖബറിലേക്ക് ഒരാളും വരൂല, നേതാവ് വരൂല, രാഷ്ട്രീയക്കാരൻ വരൂല, MLA വരൂല, MP വരൂല, സെക്രട്ടറി വരൂല. നമ്മളെ കുളിപ്പിച്ച് കഫൻ പുടവയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിൽ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബീ പറയാൻ നമുക്ക് പറ്റണം. വമാ ദീനുക എന്ന് ചോദിക്കുമ്പോൾ അൽ ഇസ്ലാമു ദീനി, അങ്ങനെ പറയാനുള്ള ജീവിതം വേണം. നബിതങ്ങളെ കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇതെന്റെ നബിയാണ് മുഹമ്മദുൻ നബി എന്ന് പറയാൻ നമ്മൾ യോഗ്യരായി മാറണം. അതിനുവേണ്ട എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള അറിവ് നമ്മൾ തേടണം. നമ്മളോട് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ കച്ചവട രംഗത്ത് ഹലാലായ കച്ചവടമായിരിക്കണം. പണമുണ്ടാക്കിയാൽ പോരാ, അത് ഹലാലായി മാറേണ്ടതുണ്ട്. ലഹരി കച്ചവടം ചെയ്യരുത്, സിഗരറ്റ് കച്ചവടം ചെയ്യരുത്. ആ പണം മുഴുവൻ നിന്റെ ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും നിനക്ക് ഹറാമാണ്. വിൽക്കാൻ പറ്റൂല, ഉപയോഗിക്കാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബാധ്യതകളുണ്ട്. അയൽവാസികളോട് സ്നേഹത്തോടെ പെരുമാറുന്നവരാകണം. ഭർത്താക്കന്മാരെ ഭാര്യമാരോടുള്ള പരിഗണന ഉണ്ടാവണം. അവരോടുള്ള അവകാശങ്ങൾ പാലിക്കണം. മാന്യമായി അവരോട് പെരുമാറണം. സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും സ്വഭാവം നമ്മുടെ കയ്യിലുണ്ടാവണം. നമ്മളൊരു യഥാർത്ഥ പ്രവാചക സ്നേഹിയാണെങ്കിൽ പ്രിയപ്പെട്ട ഭാര്യമാരെ, നമ്മുടെ ഭർത്താവിനോട് നമുക്ക് ബാധ്യതയുണ്ട്. അനുസരിക്കണം ആ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. നാം മരിക്കുമ്പോഴും ആ മനുഷ്യന്റെ പൊരുത്തമുണ്ടാകാൻ കഴിയണം. ആ മനുഷ്യന്റെ ജോലിയും അധ്വാനവും വിയർപ്പും എല്ലാം ഈ കുടുംബത്തിന് വേണ്ടിയാണ്. അർഹമായ ആദരവും പരിഗണനയും കൊടുക്കണം. വാപ്പമാരെ, നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമകളാകരുത്. വാപ്പമാരെ, നമ്മുടെ മക്കൾ സെക്സ് റാക്കറ്റുകൾക്ക് അടിമപ്പെട്ടു പോകരുത്. പ്രണയ ദുരന്തങ്ങളിൽപ്പെട്ട് നമ്മുടെ മക്കൾ ചാബല്യങ്ങളിൽപ്പെട്ടു പോകരുത്. സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനിൽ ബാധിച്ച് ഗെയിമുകൾക്ക് അഡിക്റ്റ് ചെയ്ത് നമ്മുടെ കുട്ടി നമുക്ക് പറ്റാത്ത, നമുക്ക് ഉപകരിക്കാത്തവനായി മാറാതിരിക്കാൻ വാപ്പമാരെ, ഉമ്മമാരെ, മക്കൾക്ക് ദീന് പകർന്നു കൊടുക്കണം. ദീനിയായ മജ്‌ലിസുകളിൽ അവരെ കൊണ്ടുവരണം. അള്ളാഹുവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ ഒരുപാട് പരീക്ഷണങ്ങൾ ലോകത്ത് മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങോട്ട് വരാൻ കഴിയാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, ശമ്പളം കുറഞ്ഞു പോയവരൊക്കെയുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈ ഒരു സ്ഥലത്ത് നമുക്ക് പ്രോഗ്രാം നടത്താൻ വേണ്ടി സ്ഥലം നൽകിയിട്ടുള്ള റഹ്മ ബീബി എന്ന നമ്മുടെ സഹോദരി അസുഖം ബാധിച്ച് പ്രയാസത്തിലാണ്. അള്ളാഹു അവരുടെ രോഗം വളരെ വേഗത്തിൽ ശിഫ നൽകി കൊടുക്കട്ടെ. ഈ ഒരു സമ്പത്ത്, ഈ ഒരു
സാഹചര്യം നമുക്ക് തന്നതിൽ പടച്ചറബവരുടെ സമ്പത്തിൽ വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന എത്രയോ പേർ പ്രായമായവരുണ്ട്, രോഗികളുണ്ട്. എത്ര നല്ല ചൂട് പിടിച്ച ഈ കാലാവസ്ഥയിലും അള്ളാഹുവിൻ്റെ സന്ദേശം കേൾക്കാൻ, ദീന് പഠിക്കാനുള്ള ഉത്സാഹത്തോടെ ഇവിടെ എത്തിപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ മറക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ. നമ്മളെ ജനിക്കുന്നതിന് മുമ്പ് സ്വപ്നം കണ്ടവരാണ്, ഗർഭം ചുമന്നവരാണ് മാതാവ്. അവരെ വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടാവരുത്, വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളുന്ന അവസ്ഥയുണ്ടാവരുത്. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ട്, വലിയ ജോലി ഉണ്ടായിട്ട് ബാപ്പക്കും ഉമ്മക്കും ഒരു ക്വാളിറ്റി ഇല്ല എന്ന് തോന്നൽ നമുക്ക് വരരുത്. കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരങ്ങൾ മാന്യമാകണം. ഖുലൂ ഖൗലൻ സദീദാ. നല്ല വാക്ക് സംസാരിക്കുക. തെറി പറയുന്നവരാകരുത്, കളവ് പറയുന്നവരായി മാറരുത്, ഭീഷണിപ്പെടുത്തുന്നവരായി മാറരുത്, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നവരായി മാറരുത്, ഫസാദ് ഉണ്ടാക്കുന്നവരായി മാറരുത്. നമ്മുടെ സംസാരങ്ങൾ മാന്യമാകട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഗീബത്തും നമീമത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മുടെ സാമ്പത്തിക രംഗം പരിശുദ്ധമാകണം. ഒരാളെ പറ്റിച്ച പണമുണ്ടാകരുത്. പലിശക്ക് യാതൊരു നിലക്കും നമ്മുടെ സമ്പാദ്യത്തിൽ അനുവാദം കൊടുക്കരുത്. കച്ചവട ഹലാലാണ്, പലിശ ഹറാമാണ്. കച്ചവട രംഗത്ത് നമ്മൾ മാന്യമായി പാലിക്കണം. വിവാഹ രംഗത്തെ പേക്കൂത്തുകൾ നടക്കുന്നുണ്ട്. പല നിലക്കും നമ്മുടെ ഒരു കല്യാണം അങ്ങ് കഴിയുമ്പോഴത്തേക്ക് ബാപ്പയങ്ങ് ഉരുകിത്തീരുന്ന അവസ്ഥ. സമ്പാദ്യത്തിൻ്റെ 70% ഒരൊറ്റ കല്യാണത്തിൽ തകർന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ലളിതമാകട്ടെ കല്യാണങ്ങൾ. ആഭാസങ്ങളില്ലാതെ, പേക്കൂത്തുകളില്ലാതെ ലളിതമായ മാന്യമായ കല്യാണങ്ങളാകട്ടെ. ഏറ്റവും നല്ല കല്യാണം, ഏറ്റവും ലളിതമായ കല്യാണങ്ങളാണ്. നാട്ടിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ലളിതമായ ആഡംബരങ്ങൾ കുറഞ്ഞ ജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിക്കുക. അന്യായമായ യാതൊന്നും സമ്പാദിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, എല്ലാ വ്യക്തിപരമായ വിശുദ്ധിയും സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ നമ്മൾ മുന്നിലുണ്ടാവണം. ഓരോ അക്ഷരത്തിനും വമ്പിച്ച പ്രതിഫലമാണ്. യഥാർത്ഥ സ്വലാത്ത് നിത്യമായി പതിവാക്കുന്നവരാകണം. പള്ളിയുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. അകന്നു മാറി നിൽക്കല്ലേ. കോവിഡ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പള്ളിയിലാണ് നമ്മുടെ നമസ്കാരം. നമുക്ക് ഒഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പള്ളി. പള്ളികളുമായി നല്ല ഹൃദയബന്ധം സ്ഥാപിക്കുക. നമസ്കാരങ്ങൾ അതിൻ്റെ സമയബന്ധിതമായ കാര്യങ്ങൾ പൂർത്തിയാക്കുക. സഹോദരിമാരെ, നമ്മുടെ വീട് ഒരു മസ്കനായി, ശാന്ത തീരമായി മാറണം. മക്കൾ പലതരം പ്രയാസങ്ങളിൽ കോളേജിൽ, വിദ്യാലയങ്ങളിൽ കഴിഞ്ഞു വരുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത്, വാപ്പാൻ്റെ അടുത്ത് പറഞ്ഞ് തുറന്ന് സംസാരിക്കാൻ നമ്മുടെ മക്കൾക്ക് വീടൊരു ആശ്വാസ കേന്ദ്രമാകണം. ഖദീജ ബീബിന്റെ അടുത്തേക്ക് നബി തങ്ങൾ ഏറെ പ്രയാസപ്പെട്ടപ്പോൾ ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എനിക്കൊന്ന് പുതപ്പിട്ട് തരൂ എന്ന് പറയാൻ മാത്രം ആശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്നു വീട്. ആ വീട്ടിൽ മ്യൂസിക്കും സിനിമയുമായി വിലസുന്ന അവസ്ഥയുണ്ടാവരുത്. ബറക്കത്തുണ്ടാവാൻ വീട്ടിലെ ഖുർആൻ പാരായണം വേണം, സുന്നത്ത് നമസ്കാരങ്ങൾ വേണം, ദിക്റുകൾ വേണം, പരസ്പരം നസീഹത്തിന്റെ ഉപദേശങ്ങൾ ഉണ്ടാവണം. നമ്മുടെ വീട് ഒരു ഇസ്ലാമിക കേന്ദ്രമായി മാറേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടേതായ താമസിക്കുന്ന ഏരിയകളിൽ മറ്റു മതസ്ഥരോടുള്ള മാന്യമായ സൗഹാർദ്ദങ്ങൾ നിലനിർത്താൻ കഴിയണം. ഏറ്റവും നല്ല വർഗീയതക്ക് ഉദാഹരണങ്ങളായി നമ്മുടെ നാറിൽ നിന്ന് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങളാകട്ടെ വിഷലിപ്തമായ പലതും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ അതിനുവേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. വർഗീയതക്ക് സഹായം കൊടുക്കുന്ന, സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയും നമ്മുടെ കയ്യിലുണ്ടാകരുത്. ഈ നാട് സംരക്ഷിക്കപ്പെടണം. ഇതുപോലെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു കേരളമാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് വർഗീയതക്കെതിരാണ് നമ്മുടെ എല്ലാ സമീപനം എന്ന് ഉറച്ചു നമ്മൾ ബോധ്യപ്പെടണം. മറ്റൊരു മനുഷ്യൻ മറ്റൊരു മതത്തിൽപ്പെട്ടവനാണ്, അയാൾ പ്രയാസപ്പെടുമ്പോൾ, അയാൾ കിഡ്നിക്ക് രോഗം ബാധിച്ചാൽ, അയാൾക്ക് വീടില്ലാതെയായാൽ സഹായിക്കുന്നവരിൽ നമ്മളും മുൻപന്തിയിലുണ്ടാവണം. ഒരുപാട് പ്രയാസപ്പെടുന്ന രോഗികൾ, വീടില്ലാത്ത ആളുകൾ, ചികിത്സ കിട്ടാത്ത ആളുകൾ, മരുന്ന് മേടിക്കാൻ പണമില്ലാത്തവർ, ഒരു വിസർജനത്തിന് ടോയ്ലറ്റ് പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ, അവരുടെ സഹായ കേന്ദ്രമായി, ആശ്വാസമായി നമ്മൾ മാറണം. പീസ് റേഡിയോ 24 മണിക്കൂർ നമുക്ക് ദീന് പഠിപ്പിച്ചു തരുന്ന സന്ദേശമാണ്. അതൊക്കെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയുക. ഈ സംസാരത്തിൻ്റെ ആകത്തുകയിൽ ഏറ്റവും ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംഘാടകരോട് നമ്മൾ സംശയങ്ങൾ ദൂരീകരിക്കണം.
നമ്മൾ ആവശ്യമുള്ള പുസ്തകങ്ങൾ ചോദിക്കണം, പഠിക്കാൻ സന്നദ്ധരാവണം. ഇത് ദീനാണ്, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷാ കേന്ദ്രമായി മാറേണ്ടുന്ന പരലോകത്ത്. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന, നരകത്ത് നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ആരാണോ എത്തിപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവനാണ് യഥാർത്ഥ വിജയി. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിലേക്ക് അവൻ അടുക്കണമെങ്കിൽ മരണത്തിന് മുമ്പ് അവൻ ഒരുങ്ങുക. നമ്മളെ കുളിപ്പിക്കണതിൻ്റെ മുമ്പ്, നമ്മൾ വസ്ത്രം മാറ്റി തരുന്നതിൻ്റെ മുമ്പ്, 6 അടി മണ്ണിലേക്ക് നിശബ്ദമായി നമ്മളെ എടുത്ത് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് സ്വയം ഒരു വിചാരണ ചെയ്ത് എൻ്റെ വാക്കും എൻ്റെ പ്രവർത്തനവും ദീനിയായി യോജിക്കുന്നുണ്ടോ? ഞാൻ സ്വീകരിച്ച ആദർശം അഹ്ലുസ് സുന്നയുടെ ആദർശമാണോ? സ്വഹാബത്തിൻ്റെ ആദർശമാണോ? ഉലമാക്കന്മാർ പഠിപ്പിച്ച ആദർശത്തിലാണോ? ദീനിന് വിരുദ്ധമായത് എൻ്റെത് വല്ലതുമുണ്ടോ? എവിടെന്നെങ്കിലും ഞാൻ തെറ്റായി വല്ലതും പഠിച്ചു പോയിട്ടുണ്ടോ എന്ന് സ്വയം വിലയിരുത്തി തിരിച്ചറിവുള്ള, ബോധമുള്ള, പക്വമായ, വിവേകമായ ഒരു നിലപാട് സ്വീകരിച്ച് സത്യദീൻ ആരൊക്കെ എതിർത്താലും, ബാപ്പ പുറത്താക്കിയാലും, ഇബ്രാഹിം നബിനെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ബാപ്പയായിരുന്നു മുന്നിട്ട് വന്നത്. അബൂലഹബാണ് നബിക്ക് ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞത്. ഒട്ടനേകം ആളുകൾ ഇത്തരം ഉദാഹരണങ്ങളുണ്ട്. എന്തിനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു തല്ലുകൊണ്ടത്? എന്തിനാണ് സുമയ്യ ബീവിന്റെ ശരീരത്തിലൂടെ പച്ചയായ ദണ്ട് കയറ്റിയത്? ഞാൻ അള്ളാഹിനെ മാത്രമേ ആരാധിക്കുള്ളൂ, ഞാൻ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, അള്ളാഹുവാണ് അഹദ് അഹദ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാ എന്നും വേദനകൾ സഹിച്ചിട്ടുള്ളത്. ഇത് നാട്ടിൽ എവിടെ പറഞ്ഞാലും പ്രയാസങ്ങൾ ഉണ്ടാകും, കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ വലാ യഖാഫൂന ലൗമത ലായിം, ആക്ഷേപകന്റെ ആക്ഷേപം പേടിയില്ല, ബഹിഷ്കരിക്കുമോ എന്ന് പേടിയില്ല, കല്യാണം ശരിയാകുമോ എന്ന് പേടിയില്ല. അല്ലാഹനെ തവക്കുലാക്കി ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ കരുത്താർജിക്കുന്ന തൗഹീദിലൂടെ നിർഭയത്വം നേടി സുരക്ഷിതരായി മരിച്ച് സ്വർഗത്തിന്റെ ഹൗദുൽ കൗസറിലേക്ക്, പരലോകത്തെ ഹൗദുൽ കൗസർ കുടിച്ച് ഫിർദൗസാകുന്ന അമ്പിയാക്കന്മാര്, സുദ്ദീഖുമാര്, ശുഹദാക്കന്മാരുടെ കേന്ദ്രമായ ഫിർദൗസിലേക്ക് സന്തോഷത്തോടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രവേശിക്കാനുള്ള ഈ മാർഗം തുറന്നു കിടക്കുകയാണ്. പകല് പോലെ തിളങ്ങിക്കിടക്കുന്ന രാത്രിയാണ് ഈ അഹ്ലുസ് സുന്നക്കുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് കടന്നു വരിക, പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുക. കഴിഞ്ഞ കാല എല്ലാ തെറ്റുകളും അല്ലാഹുവിലേക്ക് സങ്കടങ്ങൾ പറഞ്ഞ് പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അല്ലാഹു തൗബ സ്വീകരിക്കും. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹ് പൊറുക്കോന്ന് നിരാശപ്പെടണ്ട. എത്ര പാപം ചെയ്തവനാണെങ്കിലും, മദ്യപാനികളെ, വ്യഭിചാരികളെ, പലിശക്കാരെ, കൊലപാതകികളെ, നമ്മുടെ ദൈവം, നമ്മുടെ പടച്ചോൻ പാപം പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്, റഊഫുർ റഹീം, സ്നേഹമുള്ളവനാണ്, ദയയുള്ളവനാണ്. പടച്ച റബ്ബ് പൊറുക്കാൻ സന്നദ്ധനാണ്. അവനിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമം നമുക്കുണ്ടാവണം. കൊല്ലം ജില്ലയിലെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ഇതെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ കൂടെ, അതിൻ്റെ വിയർപ്പിൽ, അതിൻ്റെ അധ്വാനത്തിൽ, പണത്തിൽ ഒരു വിഹിതം നൽകി സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുക. വതആവനൂ അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തോട്, നന്മയോട് സഹകരിക്കുക. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപം ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ, നുണ പറയാൻ ആര് പറഞ്ഞാലും സഹകരിക്കണ്ട. വാപ്പ പറഞ്ഞാ സഹകരിക്കണ്ട, പ്രസ്ഥാനം പറഞ്ഞാ സഹകരിക്കണ്ട. നന്മയിൽ സഹകരിക്കുക, തിന്മയിൽ സഹകരിക്കാതിരിക്കുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വിജയമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നന്മയിൽ പങ്കാളികളായി ഒരുപാട് അധ്വാനങ്ങൾ ചെയ്ത, ഒരുപാട് സമയം കൊടുത്ത ഇതിൻ്റെ സംഘാടകർക്ക്, പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു വമ്പിച്ച പ്രതിഫലം നൽകുകയും സ്വർഗത്തിൻ്റെ ഉന്നതമായ ദറജകൾ നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർ, പ്രബോധകന്മാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട നമ്മുടെ രാജ്യത്ത് ഒരുപാട് മനുഷ്യർ, അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ യുദ്ധത്തിൻ്റെയും മറ്റും കെടുതികളിൽ വല്ലാതെ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അള്ളാഹുവേ നീ സമാധാനം നൽകണമേ. അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും നീ നീക്കിത്തരണമേ. സുരക്ഷിതമായ നിർഭയത്വത്തിൻ്റെ രാജ്യമാക്കി ഈ രാജ്യത്തെ നീ മാറ്റിത്തരണമേ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.